വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ടൈം ലൂപ്പ് ഡ്രാമകളും സിനിമകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി സിമ്പിളായി ഒന്ന് പറയാം. ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ടൈം ലൂപ്പ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ ഒരേ സംഭവം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അവിടെ നിന്ന് എസ്കേപ്പ് ആകണമെങ്കിൽ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യേണ്ടി വരും. ഇതൊന്നും റിയൽ ലൈഫിൽ നടക്കുന്നതല്ല കേട്ടോ, സിനിമയിലൊക്കെ മാത്രമുള്ള ഒരു സങ്കല്പമാണ്. അതെന്തായാലും ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് 2022 ഇറങ്ങിയ ഐ വാണ്ട് ടു റിസൈൻ എവരി സിംഗിൾ ഡേ എന്ന ചൈനീസ് കോമഡി മിനി സീരീസ് ആണ്. നമ്മുടെ ഒരുപാട് കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്ത ഒരു സീരീസാണിത്. ഇതൊരു ടൈം ലൂപ്പ് സ്റ്റോറി കൂടിയാണ്. അതുകൊണ്ടാണ് ആദ്യം അത്ര ഇൻട്രൊഡക്ഷൻ നൽകിയത്. നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. ഒരു വലിയ കമ്പനിയിലെ ബോസിന്റെ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന ബൈജിങ് ആണ് നമ്മുടെ ഹീറോയിൻ. സെക്രട്ടറിയുടെ ജോലി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അവൾക്ക് നിന്ന് തിരിയാൻ പോലും സമയമില്ല. അത്രയ്ക്ക് തിരക്കാണ്. ബോസിന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത് മുതൽ ഓഫീസിലെ അയാളുടെ മുഴുവൻ കാര്യങ്ങളും കടന്നു പോകുന്നത് അവളുടെ കയ്യിലൂടെയാണ്. ഈ തിരക്കിനിടയിൽ അവൾക്ക് സ്വന്തം കാര്യം നോക്കാൻ ഒട്ടും ടൈം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ലവർ ഇപ്പോൾ അവളുമായി ബ്രേക്കപ്പ് ആയിട്ട് ഒരാഴ്ചയായിരിക്കുന്നു. ചൈനക്കാർ വാലന്റൈൻസ് ഡേ പോലെ ആഘോഷിക്കുന്ന മെയ് 20 രാവിലെ 7:30 കഥ തുടങ്ങുന്നത്. ബോസിന്റെ ഫോൺ വിളി കേട്ടുകൊണ്ടാണ് അവൾ ഉറക്കത്തിൽ നിന്നുണർന്നത് തന്നെ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് എന്താണ്, അത് വാങ്ങേണ്ടത് ഏത് കടയിൽ നിന്നാണ്, അതിനുശേഷം അവൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ അവളെ ഏൽപ്പിച്ചിട്ട് ഇതെല്ലാം കൂടി ചെയ്യാൻ ആകെ അരമണിക്കൂർ സമയം നൽകി അയാൾ ഫോൺ വയ്ക്കുന്നു. ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുന്നതിനിടയിൽ ബോസ് ഏൽപ്പിച്ച കാര്യങ്ങൾ ഓരോന്നായി അവൾ ഫോൺ വിളിച്ച് അറേഞ്ച് ചെയ്യുന്നു. ബോയ് ഫ്രണ്ട് ഉപേക്ഷിച്ച് പോയത് കാരണം അയാൾക്കൊപ്പമുള്ള ഫോട്ടോ എടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇട്ട ശേഷം ബോസിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പോകുന്ന വഴി അവൾ ബെസ്റ്റ് ഫ്രണ്ട് ചുച്ചുവിനെ വിളിച്ച് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് അവൾ കൂടെ വരണമെന്ന് പറയുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവളിപ്പോൾ വിളിച്ച ബെസ്റ്റ് ഫ്രണ്ട് ചുച്ചുവും അവളുടെ എക്സ് ബോയ് ഫ്രണ്ടും കൂടി തൊട്ടു മുന്നിൽ നിൽക്കുന്നത് കണ്ടത്. ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ട് ബോയ് ഫ്രണ്ട് തട്ടിയെടുത്ത് എന്തിനാണെന്ന് അവൾ വളരെ ഇമോഷണലായി ചോദിച്ചപ്പോൾ അവളെ കുറ്റപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ട് ഇടപെടുന്നു. 2 വർഷമായി ഡേറ്റിംഗിലായിരുന്നെങ്കിലും ജോലി തിരക്ക് കാരണം എനിക്ക് വേണ്ടി ചിലവഴിക്കാൻ നിനക്ക് ഒട്ടും സമയം കിട്ടിയിരുന്നില്ല. നിനക്ക് ബോസിന്റെ കാര്യങ്ങൾ നോക്കാനല്ലേ ടൈമുള്ളൂ, അദ്ദേഹത്തിനൊപ്പം തന്നെ കഴിയുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ബോയ് ഫ്രണ്ട് അവളെ അപമാനിക്കുന്നു. ഈ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ ലേറ്റായി എന്ന് പറഞ്ഞ് ബോസ് ഫോൺ വിളിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റുമായി എത്താൻ അവൾക്ക് 3 മിനിറ്റത്തെ സമയം കൊടുക്കുന്നു. മാനസികമായി ആകെ തകർന്നു നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും ബോസ് വേണമെന്ന് പറഞ്ഞ സാധനം അവരുടെ കയ്യിലിരിക്കുന്നത് കണ്ട് ബോയ് ഫ്രണ്ടിന് പകരമായി ഇതെങ്കിലും ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അതും തട്ടിപ്പറിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇനി നമുക്ക് ബായുടെ ബോസിനെ പരിചയപ്പെടാം. അവനാണ് നമ്മുടെ ഹീറോ ജിൻ. പാവം ബായുടെ പ്രണയം തകരാൻ കാരണക്കാരൻ. അവൻ പറഞ്ഞതിൽ നിന്ന് 61 സെക്കൻഡ് താമസിച്ചാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റുമായി എത്തിയത്. അതുകൊണ്ട് അവളുടെ ശമ്പളത്തിൽ നിന്ന് 100 രൂപ അവൻ കട്ട് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് ആൾ. അവൾ ഇത്ര കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന ബ്രേക്ക്ഫാസ്റ്റ് മിക്ക ദിവസവും വേണ്ടെന്ന് പറഞ്ഞ് കഴിക്കാറില്ല. നീന്തൽ പഠിച്ചിരിക്കേണ്ട ആവശ്യമാണെന്ന് പറഞ്ഞ് അവൻ അവളെ നിർബന്ധിച്ച് സ്വിമ്മിംഗ് പഠിപ്പിക്കാൻ അയച്ചിരുന്നു. ആരുടെ ഭാഗ്യം കൊണ്ടാണ് അവൾ മുങ്ങിച്ചാകാതിരുന്നത്. അന്ന് അവളെ നൂഡിൽസ് വാങ്ങാൻ പറഞ്ഞു വെച്ചിട്ട് അവൾ അതുമായി വന്നപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നൂഡിൽസ് കഴിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് വീണ്ടും വാങ്ങാൻ പറഞ്ഞയക്കുന്നു. 15 മിനിറ്റ് ആകുന്നതിന് മുമ്പ് അതവിടെ എത്തിക്കാൻ ഓടുന്നതിനിടയിൽ മറിഞ്ഞു വീണ് അവളുടെ കാലൊടിയുന്നു. അടിച്ചു പൊളിക്കാനുള്ള നല്ലൊരു ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നതിൻ്റെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ഫ്രണ്ട് എക്സിനൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. അതുകൂടി കണ്ടതോടെ അവൾ ഒന്നുകൂടി നിരാശയാകുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ബോസ് ഒരു ബൊക്കെയൊക്കെയായി അവളെ കാണാൻ വന്നത്. ഇങ്ങനെ കാണാൻ വരാൻ ഇയാൾക്ക് ഇത് എന്തു പറ്റി എന്നവൾ മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും അവൻ ലാപ്ടോപ്പ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അടുത്ത ദിവസത്തെ ബിഡിങ്ങിനുള്ള ഡോക്യുമെന്റ് റെഡിയാക്കാൻ പറയുന്നു. വരവിൻ്റെ ഉദ്ദേശം അതാണെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. വയ്യെങ്കിലും അവളത് ചെയ്യാൻ തുടങ്ങുന്നു. അവളുടെ കയ്യിലൊക്കെ പരിക്ക് പറ്റിയിരുന്നതിനാൽ ടൈപ്പ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അവളുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ഡോക്യുമെന്റ് എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ ഫിനിഷ് ചെയ്ത് അയച്ചോളാം എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. അവൾ മെയിൽ ഓപ്പൺ ആക്കിയപ്പോഴാണ് സ്പാം മെസ്സേജുകളുടെ കൂട്ടത്തിൽ അവിടുത്തെ മറ്റൊരു വലിയ കമ്പനിയിലെ ബോസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഓഫർ ലെറ്റർ വന്നിരിക്കുന്നത് കാണുന്നത്. ഇപ്പോൾ അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയൊരു സാലറിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. അതങ്ങനെ സ്പാം മെസ്സേജുകളുടെ കൂട്ടത്തിൽ പോയി എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ അവൾക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കാനുള്ള സമയപരിധി അന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കുകയാണ്. വാച്ചിൽ നോക്കിയപ്പോഴാണ് 12 മണിയാകാൻ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ എന്ന് അവൾ കാണുന്നത്. ഈ മെയിൽ നേരത്തെ കണ്ടിരുന്നെങ്കിൽ നല്ലൊരു ചാൻസ് നഷ്ടമാകില്ലായിരുന്നു. എനിക്കൊരു അവസരം കൂടി തരണമേ ദൈവം എന്നൊക്കെ അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ ജോലി റിസൈൻ ചെയ്യാനായി അവൾ കാത്തിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മെയിൽ അയക്കാൻ ലേറ്റാകുന്നത് എന്താണെന്ന് ചോദിച്ച് ബോസിന്റെ കോൾ വന്നത്. ഉടനെ അയക്കാം എന്നവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറുവശത്ത് ഏതോ ശബ്ദം കേൾക്കുകയും ഫോൺ കട്ടാവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും കൃത്യം 12 മണിയാകുന്നു. ആ സമയത്ത് സമയം പിന്നിലേക്ക് പോയി അവൾ വീണ്ടും അന്ന് രാവിലെ ഉണർന്ന 7:30 എത്തി നിൽക്കുന്നു. പതിവ് പോലെ ബോസിന്റെ കോൾ വന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ തലേദിവസം രാവിലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ബോസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ട് അവൾ ഫോണിൽ ഡേറ്റ് ഏതാണെന്ന് നോക്കിയപ്പോഴാണ് വീണ്ടും മെയ് 20 തന്നെയാണ് എത്തി നിൽക്കുന്നതെന്ന് അറിയുന്നത്. ഇതങ്ങനെ സംഭവിച്ചു എന്ന് ഒരു പിടിയും കിട്ടാതെ അവൾ ആകെ ഷോക്കാക്കുന്നു. തോന്നലായിരിക്കുമെന്ന് കരുതി ചുറ്റും നോക്കിയപ്പോഴാണ് കാലൊടിഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിലല്ല, വീട്ടിലെ ബെഡ്റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം വേസ്റ്റ് ബിന്നിൽ കളഞ്ഞ ഫോട്ടോ ഇപ്പോഴും മേശപ്പുറത്തിരിക്കുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ തോന്നലല്ല, സത്യം തന്നെയാണ് എന്ന് അവൾക്ക് ബോധ്യമാക്കുന്നു. അവൾ വേഗം ലാപ്പെടുത്ത് ജോലിയുടെ ഓഫർ മെയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഒരു ചാൻസ് കൂടി തരാൻ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടതായിരിക്കും എന്നവൾ വിശ്വസിക്കുന്നു.
സന്തോഷത്തോടെ അവൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുന്നുണ്ട്. ഇന്ന് പക്ഷേ തലേദിവസത്തെ പോലെ ധൃതി വെച്ചൊന്നും ചെയ്യുന്നില്ല. ബോസ് ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിക്കാൻ പോകുന്നത് അവളായതുകൊണ്ട് വീട്ടിൽ തന്നെ അവൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെക്കുന്നു. അവൻ പറഞ്ഞിരുന്ന മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളെ വിളിച്ചേൽപ്പിക്കുന്നു. തലേ ദിവസത്തെ പോലെ അവൾ പേഴ്സണലായി ഒന്നും ഓരോരുത്തരെയും വിളിച്ച് അറേഞ്ച് ചെയ്യുന്നില്ല. എക്സ് ബോയ് ഫ്രണ്ടിനൊപ്പമുള്ള ഫോട്ടോ തലേ ദിവസത്തെ പോലെ തന്നെ വേസ്റ്റ് ബിന്നിൽ എടുത്ത് കളഞ്ഞ് ഇനി മുതൽ പുതിയൊരു ജീവിതം ജീവിക്കാൻ പോവുകയാണ്. ഇന്നെന്തായാലും റിസൈൻ ചെയ്യും എന്നൊക്കെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ബോസിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന പഞ്ചിങ് ബോളിലിട്ട് 2-3 ഇടിയും കൊടുത്ത് ദേഷ്യമൊക്കെ തീർത്ത് സമാധാനത്തോടെയാണ് അവൾ ഓഫീസിലേക്ക് പോയത്. ജിൻ റെഡിയായി ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും പതിവിന് വിപരീതമായി ബായി കാറുമായി അവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ട് കുറച്ചൊന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. റിപ്പീറ്റിംഗ് ഡേ ആയതുകൊണ്ട് തലേദിവസം സംഭവിച്ചതൊക്കെ ഇന്ന് സംഭവിക്കും എന്നറിയാമായിരുന്ന അവൾ അന്ന് കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ട്. അവൾ കാരണം ജോലി പോയ ഓഫീസിലെ ഒരു സ്റ്റാഫ് തലേദിവസം അവളുടെ ടേബിളിനരികിലെത്തി അവിടെ ഇരുന്ന ഗ്ലാസ്സിലെ വെള്ളം അവളുടെ തലവഴി ഒഴിച്ചിരുന്നു. ഇന്നത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്ന അവൾ നേരത്തെ തന്നെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഗ്ലാസ് മാത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ചമലോടെ മടങ്ങേണ്ടി വരുന്നു. അതേപോലെ തന്നെ ബോസിന് ലഞ്ചിനുള്ള നൂഡിൽസ് ഉണ്ടാക്കി 5 മിനിറ്റ് പോലും ആകുന്നതിന് മുമ്പ് അവൾ എത്തിക്കുന്നു. മാത്രമല്ല ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ അവൻ വന്ന് റെഡിയാക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ട ബിഡിംഗ് ഡീറ്റെയിൽസ് റെഡിയാക്കി അവൻ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം പെർഫെക്റ്റായി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റിസൈൻ ചെയ്യാൻ പോവുകയാണെന്ന് അവൾ ബോസിനോട് പറയുന്നത്. പക്ഷെ അവൻ അവളുടെ റെസിഗ്നേഷൻ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ചിന്ത പോലും ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. റെസിഗ്നേഷൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പുറകെ ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് അവനത് വാങ്ങി കീറിക്കളയുന്നു. മാത്രമല്ല അവളെയും കൊണ്ട് ലിഫ്റ്റിലേക്ക് കയറിയിട്ട് എന്നെ ഉപേക്ഷിച്ച് പോകാൻ ഞാൻ ആരെയും അനുവദിക്കില്ല, എനിക്ക് മടുക്കുമ്പോൾ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും, അതുവരെ ഇവിടെ നിന്ന് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട എന്ന് ഭീഷണി പോലെ പറയുന്നു. ഈ സമയത്ത് ലിഫ്റ്റ് എന്തോ തകരാർ സംഭവിച്ച് അതിശക്തമായി താഴേക്ക് പോയി അപകടം സംഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബാഗയുടെ കാൽ മാത്രമാണ് ഒടിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾക്ക് മൊത്തത്തിൽ അനങ്ങാൻ കഴിയാത്ത വിധം പരിക്ക് സംഭവിക്കുന്നു. അവൾക്ക് ബോധം വീണപ്പോൾ ബോസ് പറഞ്ഞേൽപ്പിച്ചിരുന്ന ഒരു സ്റ്റാഫ് അവളുടെ അടുത്തിരിപ്പുണ്ട്. ബോസിന്റെ ബെസ്റ്റ് സെക്രട്ടറി എന്ന നിലയിൽ അവളുടെ ഭാവിയിലെ മുഴുവൻ ചികിത്സാ ചിലവുകളും വഹിക്കാൻ കമ്പനി തയ്യാറാണ്. മാത്രമല്ല അവളുടെ ഇപ്പോഴുള്ള ജോലിക്ക് മാറ്റം വരുത്തി ഇനി മുതൽ ബോസിന് പത്രം വായിച്ചു കൊടുക്കുക എന്നൊരു പുതിയ ജോലി ഓഫറുമായിട്ടാണ് അയാൾ ഇരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത ബെഡിൽ അവളേക്കാൾ കൂടുതൽ പരിക്ക് പറ്റി സംസാരിക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന ബോസിനെ അവൾ കണ്ടത്. തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ പോലും ഈ നശ്യവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരയുന്നുണ്ട്. അപ്പോഴേക്കും സമയം രാത്രി 12 മണിയായിരുന്നു. അതോടെ സമയം പിന്നിലേക്ക് പോയി തലേദിവസം സംഭവിച്ചതുപോലെ തന്നെ ആവർത്തിക്കുന്നു. ബോസിന്റെ കോൾ വന്നപ്പോൾ അവൾ അറ്റൻഡ് ചെയ്യാതെ ഡേറ്റ് നോക്കുന്നുണ്ട്. മെയ് 20 തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമാക്കുന്നു. ജീവിതകാലം മുഴുവൻ തളർന്നു കിടക്കേണ്ടി വരില്ലല്ലോ. അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അവൻ ഉടനെ തന്നെ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. 15 മിനിറ്റുള്ളിൽ റെഡിയായി എന്നെ പിക്ക് ചെയ്യാൻ വരണം എന്ന് അവൻ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് മനസ്സില്ല, ഞാൻ രാജിവെക്കുകയാണ്. വേറെ ആരെങ്കിലും നോക്കാൻ അവൾ റിപ്ലൈ നൽകാൻ തുടങ്ങിയതാണെങ്കിലും തലേ ദിവസത്തെ അനുഭവം വെച്ച് അവൻ റെസിഗ്നേഷൻ അനുവദിച്ചിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് വേണ്ടെന്ന് വയ്ക്കുന്നു. റിസൈൻ ചെയ്യാൻ എന്താണ് ഒരു വഴി എന്നവൾ തലമുഖം ആലോചിക്കുന്നുണ്ട്. ഇന്നവൾ തലേ ദിവസത്തേക്കാൾ കൂടുതൽ കരുതലോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. ഓട്ടത്തിനിടയിൽ ഹൈ ഹീൽസ് കാരണം വീഴണ്ടെന്ന് കരുതി ഫ്ലാറ്റ് ഷൂ ആണ് ധരിച്ചത്. നൂഡിൽസ് വാങ്ങി വന്ന് ലിഫ്റ്റിൽ കയറാൻ നിൽക്കുമ്പോഴാണ് തലേ ദിവസത്തെ ആക്സിഡന്റ് ഓർമ്മ വന്നത്. അതുകൊണ്ട് അവൾ ലിഫ്റ്റ് ഒഴിവാക്കി സ്റ്റെയർ ഓടി കയറാൻ തുടങ്ങുന്നു. 10ാം നിലയിലാണ് അവരുടെ ഓഫീസ്. നൂഡിൽസ് പ്രിപ്പയർ ചെയ്ത് 15 മിനിറ്റ് ആകുന്നതിന് മുമ്പ് എത്താൻ വേണ്ടി ഒന്ന് നിൽക്കുക പോലും ചെയ്യാതെ ഓടിയാണ് അവൾ പോകുന്നത്. അവളുടെ കമ്പനിയിലെ തന്നെ മറ്റൊരു സ്റ്റാഫ് ശശേ അവൾ ലിഫ്റ്റ് ഒഴിവാക്കി സ്റ്റെയർ കയറി വരുന്നത് കണ്ടപ്പോൾ ജോലിക്കിടയിൽ എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്യുന്നതെന്ന് കരുതി വളരെ ഇമ്പ്രസ്ഡ് ആകുന്നുണ്ട്. ഓട്ടത്തിനിടയിൽ അവളുടെ ഒരു കമ്മൽ ഉരി വീണത് അവൻ കാണുന്നു. അതുമെടുത്ത് അവളുടെ പുറകെ ചെന്ന് അവന് തിരികെ നൽകി അവളോട് ഇന്ന് രാത്രി ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്കരികിലേക്ക് വന്ന ബോസ് അവനെ എന്തോ ജോലി കൊടുത്ത് പറഞ്ഞയക്കുന്നു. അവൾ നൂഡിൽസ് ബോസ് നീട്ടിയപ്പോൾ എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി പോകുന്നു. 10 നില ഓടിക്കയറി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന നൂഡിൽസ് അവൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ദേഷ്യം എത്രയായിരിക്കും എന്ന് പറയണ്ടല്ലോ. റിസൈൻ ചെയ്യാനുള്ള അവളുടെ ടെൻഡൻസി ഓരോ നിമിഷം കഴിയുന്നതോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പറഞ്ഞത് നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൾ അന്ന് പുറത്തെവിടെയോ പോയപ്പോൾ നൈസായി മറ്റൊരു രീതിയിൽ കാര്യം അവതരിപ്പിക്കുന്നു. ഞാൻ എടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഒരു ജോത്സ്യനെ കൊണ്ട് നമ്മുടെ സമയം ഒന്ന് നോക്കിയിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാലൊട്ട് ശരിയാക്കില്ല, ബോസിന് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ബോസിന്റെ നിലനിനെ കരുതി ഞാൻ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു എന്നവൾ പറയുന്നു. എൻ്റെ ID കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്. ശരിക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ല ചർച്ചയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞ് അവൻ നൈസായി തള്ളിക്കളയുന്നു. അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് അവളെ ഉപേക്ഷിച്ചതൊക്കെ അവനും അറിഞ്ഞിരുന്നു. വാലന്റൈൻസ് ഡേ ആയിട്ട് അവൾക്ക് കമ്പനി കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് രാത്രി ഒരുമിച്ച് ഡിന്നർ കഴിച്ചാലോ എന്നവൻ ചോദിക്കാൻ വന്നതാണ്. സത്യത്തിൽ അവൻ അവളോടൊരു സീക്രട്ട് ക്രഷ് ഉണ്ട്. പക്ഷെ അവൻ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഓവർ ടൈം ചെയ്യാനായിരിക്കുമെന്ന് കരുതി മുഴുവൻ ചോദിക്കാൻ അനുവദിക്കാതെ അവൾ ഇടയ്ക്കേറി വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവർക്ക് എത്തേണ്ട സ്ഥലമായിരുന്നതിനാൽ അവനത് ചോദിക്കാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു. എന്നെക്കൊണ്ട് ഓവർ ടൈം ചെയ്യിക്കാമെന്ന് സ്വപ്നം കണ്ടാൽ മതി എന്ന് അവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നുണ്ട്. ശശിയുടെ ഡിന്നറിന് ക്ഷണിച്ചത് കൊണ്ട് അവൾ അവനെ കൊണ്ട് ഡിന്നർ കഴിക്കാൻ പോകുന്നു. ആ സമയത്ത് ബോസിനോട് വെറുപ്പാണ്. എങ്ങനെയെങ്കിലും ഈ ജോലി ഒന്ന് രാജിവെച്ചാൽ മതി എന്നൊക്കെ അവൾ അവനോട് പറയുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോസ് വിളിച്ചിട്ട് ഏതോ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു.
അവൾ അപ്പോൾ തന്നെ അത് അയച്ചു കൊടുക്കുന്നു. ഇത്ര ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റായിട്ടും ജോലി ചെയ്യുന്ന സെക്രട്ടറി ഒന്ന് അഭിനന്ദിച്ചേക്കാമെന്ന് കരുതി അവൻ വീണ്ടും അവളുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോഴാണ് അവൾ മൊമെന്റ്സിൽ 1 മിനിറ്റ് മുമ്പ് പോസ്റ്റ് ചെയ്തിയ ഫോട്ടോ അവൻ കണ്ടത്. ഹോട്ട്പോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫോട്ടോയിൽ ഒരാണിൻ്റെ കൈ കണ്ടതും അവൾക്ക് പുതിയ ബോയ് ഫ്രണ്ടിനെ കിട്ടിയെന്ന് ചിന്തിച്ച് അവനാകെ ടെൻഷനാക്കുന്നു. ബോസ് ഓവർ ടൈം ജോലി ചെയ്യുമ്പോൾ സെക്രട്ടറി വാലന്റൈൻസ് ഡേ ആഘോഷിച്ചാൽ എങ്ങനെ ശരിയാകും എന്ന് കലിപ്പിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് പോകാനായി ലിഫ്റ്റിൽ കയറുന്നു. ആ സമയത്ത് അവനെ ആരോ ഫോളോ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ശശി ഈ സമയം ബായിയെ അവളുടെ വീടിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്തിരുന്നു. അവനും അവളോട് താല്പര്യമുണ്ട്. അഥവാ അവൾ ജോലി റിസൈൻ ചെയ്താലും വീണ്ടും തമ്മിൽ കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അപ്പോഴേക്കും അവൾക്ക് ബോസിന്റെ കോൾ വരുന്നു. അവൾ ഫോൺ എടുക്കാതിരുന്നതിന് വഴക്ക് പറഞ്ഞുകൊണ്ട് അവളോട് കാര്യമായി എന്ത് സംസാരിക്കാനുണ്ട് എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുമ്പൊരിക്കൽ കേട്ടതുപോലെ എന്തോ ശബ്ദം കേൾക്കുകയും കോൾ കട്ടാവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും 12 മണിയായിരുന്നതിനാൽ മുമ്പത്തെ പോലെ തന്നെ സമയം പുറകിലേക്ക് പോയി അവൾ വീണ്ടും 20-ാം തീയതി രാവിലെ തന്നെ എത്തുന്നു. ഇതിപ്പോൾ ഒരേ ദിവസം തന്നെ 4ാമത്തെ തവണ ആവർത്തിച്ചിരിക്കുകയാണ്. ബായിക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ട് റിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നെങ്കിലും ഒന്ന് റിസൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് അവൾ. ഓഫീസിലിരുന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്താണ് അബദ്ധത്തിൽ അവളുടെ കൈതട്ടി അമ്മയ്ക്ക് വീഡിയോ കോൾ പോയത്. അല്ലെങ്കിൽ തന്നെ 25 വയസ്സായിട്ടും അവളൊരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് സെറ്റിലാകാത്തതിൻ്റെ പരാതി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബോസ് അവർക്കിടയിലേക്ക് കയറിവന്ന മുഖം അവളുടെ മുഖത്തെ കടുപ്പിച്ചെന്തോ പറഞ്ഞത്. വീഡിയോ കോളിലൂടെ കാണുന്ന അമ്മയ്ക്ക് അവനവളെ കിസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം തന്നെയാണ് അവനങ്ങനെ ചെയ്തത്. അതിനുശേഷം തൻ്റെ സുന്ദരമായ മുഖം അമ്മയൊന്ന് കാണിച്ചിട്ട് ഒരു ഹായ് കൂടി പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പോകുന്നു. അവനോട് വെറുപ്പൊക്കെ ആണെങ്കിലും അവൻ അടുത്ത് വന്നപ്പോൾ അവളുടെ ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടിയിരുന്നു. അവർ തമ്മിൽ റിലേഷനിലാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്മ സന്തോഷത്തോടെ കോൾ വെക്കുന്നുണ്ട്. പിന്നീട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അമ്മയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്തത് എന്ന് അവൾ അറിയുന്നത്. എന്തോ വലിയ സഹായം ചെയ്തതുപോലെ വലിയ ഗമയിലാണ് അവൻ ആ കാര്യം പറഞ്ഞതും. പല്ല് കടിച്ചുകൊണ്ടാണെങ്കിലും മുഖത്ത് ചിരി വരുത്തി അവൾ അവനെ നന്ദി അറിയിക്കുന്നു. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സഹായം ചെയ്തത്, അല്ലാതെ മറ്റൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു എക്സ്ക്യൂസ് കൂടി അവൻ പറയുന്നുണ്ട്. അന്ന് ഓഫീസിൽ ഇടയ്ക്കൊരു ലേഡി സ്റ്റാഫ് വെള്ളത്തിൻ്റെ ബാരൽ മാറ്റിവെക്കാൻ ശശയോട് സഹായം ചോദിക്കുന്നു. ആ സമയത്ത് അവൾക്കരികിലുണ്ടായിരുന്ന ബായി ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ബാരൽ മാറ്റിവെച്ച് കൊടുക്കുന്നു. അവൾ ഒറ്റയ്ക്ക് അതെടുത്ത് പൊക്കി ഒക്കെ വെക്കുന്നത് കണ്ടപ്പോൾ അവൾ നല്ല സ്ട്രോങ് ആണല്ലോ എന്ന് ശശി മനസ്സിൽ വിചാരിക്കുന്നു. അവളെ ഡിന്നറിന് ക്ഷണിക്കാൻ വേണ്ടി അവൻ എഴുന്നേറ്റ് അടുത്തേക്ക് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോകുന്ന കാര്യമല്ലേ എന്ന് അവൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ സംസാരം മുഴുമിപ്പിക്കാൻ അനുവദിക്കാതെ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ബോസ്, നീ ഇത്ര സ്ട്രോങ് ആയ സ്ഥിതിക്ക് എൻ്റെ ഓഫീസിലെ വെള്ളത്തിൻ്റെ ബാരൽ കൂടി മാറ്റിവെക്കാൻ ബായിയോട് ആവശ്യപ്പെടുന്നു. നേരത്തെ ശശയോട് സഹായം ചോദിച്ച ജിയ ജിന്നിൻ്റെ അടുത്ത് നിന്നിരുന്ന് ഏതോ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യിക്കുന്ന സമയത്താണ് ബായി വെള്ളം മാറ്റിവെക്കാൻ ചെന്നത്. അവളുടെ സഹായത്തിന് ശശയുമുണ്ട്. ജിന്നിൻ്റെ ശ്രദ്ധ മുഴുവൻ അവരിലാണ്. ഇടയ്ക്ക് നാച്ചുറലായി സംഭവിക്കുന്ന പോലെ അവൻ അവളുടെ കയ്യിൽ തുറന്നൊക്കെ കണ്ടപ്പോൾ അവന് തീരെ സഹിക്കുന്നില്ല. ശശയെ പുറത്തേക്ക് പോയ സമയത്താണ് ജിയ ഒരു ടിക്കറ്റ് എടുത്ത് അവനെ ഡിന്നറിന് ക്ഷണിക്കാനായി തുടങ്ങിയത്. പക്ഷെ അവളത് ചോദിച്ച് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇന്ന് രാത്രി എനിക്കൊപ്പം ഓവർ ടൈം ചെയ്യാൻ ജിൻ ബായിയോട് ഉറക്കെ പറയുന്നു. അവളത് സമ്മതിക്കുന്നുണ്ട്. അതോടെ ജിയ നിരാശയായി ടിക്കറ്റ് തിരികെ വെക്കുന്നു. ഓവർ ടൈം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ എനിക്കൊപ്പം ആഘോഷിക്കാനുള്ള ചാൻസ് എനിക്ക് കിട്ടുന്നത് എന്നൊക്കെ ജിൻ അവളുടെ അടുത്ത് നിന്ന് ഗമയിൽ പറഞ്ഞിട്ട് പോകുന്നു. അവനായിട്ടുണ്ടാക്കി തന്ന ഈ അവസരം ശരിക്കും മുതലെടുക്കാൻ അവൾ തീരുമാനിക്കുന്നു. രാത്രി അവൾ അവന് വേണ്ടി ഗംഭീരമായ ഒരു ഡിന്നർ തന്നെ അറേഞ്ച് ചെയ്യുന്നു. ഡിന്നറിനൊപ്പം വൈൻ കഴിക്കാനും അവനെ നിർബന്ധിക്കുന്നു. വൈൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ തലയ്ക്ക് പിടിക്കേണ്ടതെന്ന് പറഞ്ഞൊരു സോഡയും അവൾ അവന് കുടിക്കാൻ നൽകുന്നു. എൻ്റെ കാര്യത്തിൽ അവൾക്ക് ഇത്രയധികം ശ്രദ്ധ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് സന്തോഷത്തോടെയാണ് അവൻ സോഡ വാങ്ങി കുടിച്ചത്. പണിയാണെന്ന് അവൻ അപ്പോൾ അറിഞ്ഞില്ല. ഇതിനിടയിൽ മറ്റൊരു സംഭവം കാണിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ശശി സത്യത്തിൽ ജിന്നിൻ്റെ ഓപ്പോസിറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ്റെ മകനാണ്. നാളെ നടക്കാതിരിക്കുന്ന ബിൽഡിങ്ങിലുള്ള ജിന്നിൻ്റെ കമ്പനിയുടെ പ്രപ്പോസൽ ചോർത്താൻ വേണ്ടിയാണ് ചെയർമാൻ മകനെ അവിടെ ഇന്റേൺ ആയി ജോലിക്ക് അയച്ചിരിക്കുന്നത്. പ്രപ്പോസൽ കിട്ടിയെന്ന് അയാൾ മകനോട് ചോദിക്കുന്നു. റെഡ് വൈനും സോഡയും കൂടി ഒരുമിച്ച് കുടിച്ചാൽ പെട്ടെന്ന് തലയ്ക്ക് പിടിക്കും എന്നറിയാതിരുന്ന ജിൻ ഈ സമയം ബായിയുടെ ട്രാപ്പിൽപ്പെട്ടാകെ ഫിറ്റായിരുന്നു. അവനെ ഈ ലെവലിലാക്കിയിട്ട് റെസിഗ്നേഷൻ സൈൻ ചെയ്യിക്കുകയായിരുന്നു അവളുടെ ഉദ്ദേശം. അവൾ അതിനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. പക്ഷെ ആ അവസ്ഥയിലും അവൻ അതിന് സമ്മതിക്കുന്നില്ല. എൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെക്രട്ടറിയാണ് നീ. എന്തൊക്കെ സംഭവിച്ചാലും എന്നെ വിട്ടു പോകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്ന് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറയുന്നു. ഈ സമയത്ത് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്. റിസൈൻ ചെയ്യുകയാണ് പ്രധാനം. ഇവന്റെ സുന്ദര മുഖം കണ്ട് വീണു പോകരുത് എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ വലിച്ചെറിഞ്ഞ റെസിഗ്നേഷൻ തിരികെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വീണ്ടും അവളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് എന്നെ വിട്ടു പോകരുത് എന്ന് പറഞ്ഞ് അവളുടെ കവിളിൽ കിസ് ചെയ്യുന്നത് തീരെ പ്രതീക്ഷിക്കാതെ ബോസ് കിസ് ചെയ്തപ്പോൾ ബായി ഒന്ന് ഷോക്കാകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ അവനെ പിടിച്ചു മാറ്റുന്നു. ഹാർട്ട് ബീറ്റൊക്കെ ശരിക്കും കൂടിയിട്ടുണ്ടെങ്കിലും അവൻ്റെ സുന്ദര മുഖം കണ്ട് വീണു പോകരുത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു. അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ക്യൂട്ടായി തോന്നുന്നതിനാൽ അവൾ കുറച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നെ വിട്ടു പോകരുത്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നീ വളരെ എഫിഷ്യൻ്റാണ് എന്നൊക്കെ പാതിബോധത്തോടെ അവൻ ഇതിനിടയിൽ പറയുന്നു. പൂർണ്ണബോധത്തോടെ അല്ലെങ്കിൽ ബോസ് തന്നെ പുകഴ്ത്തുന്നത് അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അവൾ തിരികെ റൂമിലെത്തി ഡിന്നർ ശരിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് നൂഡിൽസ് റെഡിയാക്കി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും ബോസിൻ്റെ കോൾ വന്നത്. ഫോൺ എടുത്തപ്പോൾ അവൻ്റെ സംസാരം എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നിയതിനാൽ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ 12 മണിയായി ദിവസവും പിന്നെയും പുറകിലേക്ക് പോകുന്നു. ഞാൻ വളരെ നന്നായി ജോലി ചെയ്തതുകൊണ്ടായിരിക്കണം ബോസ് എനിക്ക് റെസിഗ്നേഷൻ നൽകാൻ സമ്മതിക്കാത്തത്. എങ്കിൽ പിന്നെ ഇന്ന് കുറച്ച് മോശമായി ജോലി ചെയ്തേക്കാം.
അപ്പോൾ ചിലപ്പോൾ റിസൈൻ ചെയ്യാൻ പറ്റിയേക്കും എന്ന് ചിന്തിച്ചാണ് അവൾ അന്ന് ഓഫീസിലേക്ക് പോയത്. മീറ്റിങ്ങിനിടയിൽ ബോസിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കോഫി അവൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ അവൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കും എന്ന് ചിന്തിച്ച് പരിസരം പോലും മറന്നവൾ ചിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ അവൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല അവൻ റിയാക്ട് ചെയ്തത്. വളരെ നന്നായിട്ടുണ്ട് എന്ന രീതിയിൽ അവളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം പിന്നീടാണ് അവൾ അറിഞ്ഞത്. അടുത്തിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോൾ ശരീരത്തിൽ ലാക്ടോസിൻ്റെ കുറവ് നന്നായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ കോഫി കുടിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. മെഡിക്കൽ റിപ്പോർട്ട് താൻ കാണിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ സിസ്റ്റത്തിൽ നിന്ന് വായിച്ച് കോഫി റെഡിയാക്കിയതാണ് എന്നാണ് അവൻ കരുതിയത്. അതിനാണ് അവൻ അവളെ അഭിനന്ദിച്ചത്. അങ്ങനെ അവളുടെ ഫസ്റ്റ് പ്ലാൻ ചീറ്റിപ്പോകുന്നു. അടുത്ത ഐറ്റം അവൾ ട്രൈ ചെയ്ത് നോക്കിയത് ഏതോ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി അവന് അർജൻറ്റായി എത്തേണ്ടിയിരുന്ന മറ്റൊരു കമ്പനിയിൽ അവനെ സമയത്ത് എത്തിക്കാതെയാണ്. അരമണിക്കൂറിൽ അവിടെ എത്തണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവൻ വണ്ടിയിൽ കയറിയിരുന്നൊന്നും മയങ്ങുന്നു. പക്ഷെ സമയത്ത് എത്തിക്കാതിരിക്കാൻ വേണ്ടി അവൾ നേരെയുള്ള വഴി പോകാതെ ചുറ്റിക്കറങ്ങി വേറെ വഴിയാണ് പോയത്. അരമണിക്കൂർ കഴിഞ്ഞ് എപ്പോഴോ അവൻ ഉണർന്നപ്പോഴാണ് ഇതുവരെ എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല എന്നറിയുന്നത്. എനിക്ക് വഴി തെറ്റിപ്പോയി എന്നവൾ എക്സ്ക്യൂസ് പറയുന്നു. അവൻ ദേഷ്യപ്പെട്ട് ഇപ്പോൾ തന്നെ ഫയർ ചെയ്യും എന്നാണ് അവൾ കരുതിയത്. ആ സമയത്താണ് വണ്ടിയിലെ റേഡിയോയിൽ അവർക്ക് പോകേണ്ടിയിരുന്ന റോഡിൽ വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. റോഡ് ബ്ലോക്കായിരിക്കുകയാണ്. ആ വഴി പോകേണ്ടവർ വേറെ വഴി തിരിഞ്ഞു പോകണം എന്നറിയിപ്പ് വന്നത്. ആ ദുരന്തം മുൻകൂട്ടി കണ്ട് വണ്ടി വഴിമാറ്റി വിട്ട സെക്രട്ടറിയെ ബോസ് ശരിക്കും അഭിനന്ദിക്കുന്നു. അങ്ങനെ റിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള അവളുടെ ആ പ്ലാനും ഫെയിൽ. അവർക്ക് ചെല്ലേണ്ടിയിരുന്ന കമ്പനിയിലെത്തിയപ്പോൾ അവൻ്റെ കമ്പനിയിലെ ലീഗൽ അഡ്വൈസറായ ജിയ അവിടെയുണ്ട്. ലേറ്റായതിന് സോറി പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ലേറ്റായത് എന്തായാലും നന്നായി എന്ന് ജിയ പറഞ്ഞത്. അവർ സൈൻ ചെയ്തിരുന്ന കമ്പനി ശരിക്കും ഫ്രോഡായിരുന്നു. കുറച്ചു മുമ്പാണ് അവൾ അത് കണ്ടെത്തിയത്. അവൻ ലേറ്റായതുകൊണ്ടാണ് സൈനിങ് മുടങ്ങിയത്. അല്ലെങ്കിൽ ചതിയിൽപ്പെട്ടു പോയതിനെ. കമ്പനിക്ക് ഉണ്ടാവേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഒഴിവാക്കാൻ കാരണക്കാരിയായ സെക്രട്ടറി ഭായിക്ക് ബോസ് ബെസ്റ്റ് എംപ്ലോയി അവാർഡ് നൽകി അഭിനന്ദിക്കുന്നു. ഫയർ ചെയ്യപ്പെടാനുള്ള പ്രതീക്ഷയോടെ അവൾ ചെയ്തു കൂട്ടിയതൊക്കെ അവളെ ഇപ്പോൾ ബെസ്റ്റ് എംപ്ലോയിയിലാണ് എത്തിച്ചിരിക്കുന്നത്. കമ്പനി ഫ്രോഡാണെന്ന് കണ്ടുപിടിച്ച ജിയെ അഭിനന്ദിക്കാതെ ബോസ് സെക്രട്ടറി അഭിനന്ദിച്ചതിൽ പലർക്കും എതിർപ്പുണ്ട്. പക്ഷെ അവനതൊന്നും കാര്യമാക്കുന്നതേ ഇല്ല. അവൻ്റെ കാഴ്ചപ്പാടിൽ വഴിതെറ്റിച്ച് വിട്ട് ലേറ്റാക്കി അവിടെ എത്തിച്ച സെക്രട്ടറിയാണ് വൻ നഷ്ടം ഒഴിവാക്കാൻ സഹായിച്ചത്. ഭായി പ്ലാൻ ഫെയിലായതിൻ്റെ നിരാശയിൽ നിൽക്കുമ്പോഴാണ് ശശി അവളെ ഡിന്നറിന് ക്ഷണിച്ചത്. അവൾ മറുപടി പറയുന്നതിന് മുമ്പേ പതിവ് പോലെ ജിൻ ഇടയ്ക്ക് കയറി ബെസ്റ്റ് എംപ്ലോയി ആയി സെലക്ട് ചെയ്യപ്പെട്ടതിൻ്റെ അവാർഡ് ഇന്ന് ബോസിനൊപ്പം ഡിന്നർ കഴിക്കാനുള്ള ചാൻസ് ആണ് എന്നറിയിക്കുന്നത്. തലേ ദിവസം ഡിന്നർ പ്ലാൻ ഫെയിലായതുകൊണ്ട് ഇന്ന് അവൾക്ക് അവൻ്റെ ഒപ്പം ഡിന്നറിന് പോകാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഹോട്ടലുകളൊക്കെ ഇപ്പോൾ തന്നെ റിസർവേഷൻ ഫുള്ളായി കാണും. അതുകൊണ്ട് നമുക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് മറ്റൊരു ദിവസം ഡിന്നറിന് പോയാലോ എന്നവൾ ചോദിക്കുന്നു. അത് നല്ല ഐഡിയ ആണ്. നീ ഇതുവരെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. ഇന്ന് നമുക്ക് വീട്ടിൽ പോയി അവരുടെ ഡിന്നർ റെഡിയാക്കി കഴിക്കാം എന്നവൻ പറഞ്ഞപ്പോഴാണ് അവൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശം എന്നവൾക്ക് മനസ്സിലായത്. എനിക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് അവൾ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ വിടുന്നില്ല. മനസ്സില്ലാ മനസ്സോടെ അവൾക്ക് അവൻ്റെ ഒപ്പം പോകേണ്ടി വരുന്നു. അവർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വാനിൽ മുഖം മൂടി വെച്ച ഒരാൾ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചതുകൊണ്ട് ആദ്യം അവർ ഗ്രോസറി ഷോപ്പിങ്ങിനായി പോകുന്നു. അവൻ ഓരോ സാധനങ്ങളെ എടുത്ത് അവൾ നിൽക്കുന്നിടത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അത് പിടിക്കാൻ ശ്രമിക്കുന്നിടയിൽ ഷോപ്പിങ്ങിന് വന്ന ഒരു കപ്പിളിൻ്റെ കാർട്ടിൽ അവൾ അറിയാതെ ഇടിക്കുന്നു. ഭാര്യയെ വണ്ടി ഇരുത്തിക്കൊണ്ടാണ് അയാൾ കാർട്ടിന് തള്ളി വന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അവളോട് ദേഷ്യപ്പെടുന്നു. തൻ്റെ സെക്രട്ടറിയെ വേറൊരാൾ വഴക്ക് പറയുന്നത് ബോസിന് പിടിക്കുമോ? ഇത് മനുഷ്യർക്ക് ഇരിക്കാനുള്ളതല്ല, സാധനം കൊണ്ടുപോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ഫൈറ്റിന് തയ്യാറായി അവർക്കടുത്തേക്ക് ചെല്ലുന്നു. അടിയാകണ്ട എന്ന് കരുതി ഭായി വേഗം അവനെ തടയുന്നു. അവരോട് സോറി പറയുന്നുമുണ്ട്. അതോടെ അവർ മുന്നോട്ട് നീങ്ങുന്നു. പക്ഷേ ജിൻ ഇതൊരു മത്സരമായി തന്നെ എടുക്കുകയാണ്. അയാൾ ഭാര്യ ഇരുത്തിരിക്കുന്ന പോലെ അവനും അവളെ പൊക്കിയെടുത്ത് വണ്ടിയിലിരുത്തുന്നു. പിന്നെ വളരെ വാശിയേറിയ ഒരു മത്സരമാണ് അവിടെ നടന്നത്. ആ കപ്പിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അവരെക്കാൾ മുന്നിൽ എടുക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം. അവരും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ രണ്ടുപേരും മത്സരിച്ച് സാധനങ്ങൾ വാരി കൂട്ടുകയാണ്. ഭായി നിസ്സഹായമായി വണ്ടിക്കുള്ളിൽപ്പെട്ട അവസ്ഥയിലിരിക്കുന്നു. ബിൽ കൗണ്ടറിൽ അവരെക്കാൾ മുമ്പേ എത്തി വിജയെ പോലെ ഭായിയുടെ കൈ പിടിച്ചു ചേർത്തിയാണ് അവർ മത്സരം അവസാനിപ്പിച്ചത്. അതിനുശേഷം അവർ സാധനങ്ങളുമായി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവൾ ആദ്യമായിട്ടാണ് അവിടേക്ക് വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ അവളെ കണ്ടപ്പോൾ തന്നെ സെക്രട്ടറി ഭായി അല്ലേ, ഇവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു. അവൻ്റെ അമ്മയായിരിക്കുമെന്നാണ് അവൾ കരുതിയത്. ശരിക്കും അവരുടെ സെർവൻ്റാണ്. ഫുഡൊക്കെ റെഡിയാക്കാം എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ അഴിച്ചു വെക്കുന്ന കൂട്ടത്തിൽ അതിലുള്ള എന്തോ കണ്ട് പെട്ടെന്ന് അത് അടച്ചു വെച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം എന്ന് പറഞ്ഞ് അവർ വേഗം ഓടുന്ന സ്ഥലം വിടുന്നു. എന്ത് കണ്ടിട്ടായിരിക്കും അവർ അങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് മനസ്സിലാകാതെ ബായി കവർ തുറന്ന് നോക്കുന്നു. അതിൽ നിന്ന് സാധനം എടുത്തു നോക്കി അവളും പെട്ടെന്ന് തന്നെ ഷോക്കായി അത് തിരികെ വെക്കുന്നു. രണ്ടുപേരുടെ റിയാക്ഷൻ കണ്ട് എന്താണ് സംഭവം എന്നറിയാൻ അവൻ അത് തുറന്നു നോക്കിയപ്പോഴാണ് കോണ്ടം ആണെന്നറിയുന്നത്. മറ്റേ കപ്പിളുമായി മത്സരിച്ച് സാധനങ്ങൾ എടുത്ത് വയ്ക്കുന്നതിനിടയിൽ അയാൾ എടുക്കുന്ന കണ്ട് എന്താണെന്ന് പോലും നോക്കാതെ അവനും എടുത്തു വെച്ചതാണ്. അവനാകെ ഐസായി മുന്നിലിരുന്ന വെള്ളമെടുത്ത് കുടിക്കുന്നതിനിടയിൽ അത് നിറകയിൽ കയറി തുപ്പുന്നു. ഷട്ടിൽ വെള്ളം വീണത് കണ്ട് ബായി അവിടെ കിടന്നിരുന്ന ഒരു തുണിയെടുത്ത് അത് തുടച്ചു കൊടുക്കാൻ തുടങ്ങുന്നു. ടേബിൾ തുടയ്ക്കുന്ന തുണിയാണെന്ന് പറഞ്ഞ് അവനത് മാറ്റി വെപ്പിക്കുന്നുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കുന്നു. പുറത്ത് വാതിലിനടുത്തായി നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കാതെ ജോലിക്കാരി ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വളരെ ഫാസ്റ്റാണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവർക്കൊരു ശല്യമാകാതെ അവിടെ നിന്ന് പോകുന്നു. അവൻ ഫ്രഷ് ആക്കാൻ പോയ ടൈമിൽ അവൾ ഡിന്നർ റെഡിയാക്കുന്നു.
ടൈം ഒത്തിരിയായിട്ടും അവനെ കാണാത്തത് കൊണ്ട് അവൾ അവൻ്റെ മുറിയിലേക്ക് അന്വേഷിച്ച് ചെല്ലുന്നു. അവിടെ ഉണ്ടായിട്ട് കർട്ടൻ മാറ്റി നോക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് അവൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നത്. അവൾ നേരെ അവൻ്റെ നെഞ്ചിൽ ചെന്നിരിക്കുന്നു. പുറകിലേക്ക് വീഴാതിരിക്കാൻ അവൾ അവനെ കയറി പിടിക്കുന്നു. അവളെ താങ്ങി പിടിച്ചുകൊണ്ട് അവനും മുന്നോട്ടായിരുന്നു. രണ്ടുപേരുടെയും കൂടി ഫോഴ്സിൽ ഒരു കിടക്കൻ കിസ് സംഭവിക്കുന്നു. ആദ്യത്തെ ഷോക്കൊന്ന് മാറിയപ്പോൾ രണ്ടുപേരും പിടിവിട്ട് മാറുന്നുണ്ട്. അടുത്ത തവണ മുറിയിലേക്ക് വരുമ്പോൾ ഡോറിൽ മുട്ടിയിട്ട് വരണം എന്നവൻ ചമ്മലോട് പറഞ്ഞപ്പോൾ ഇവിടെ ഡോറൊന്നുമില്ലല്ലോ എന്ന് അവളും ചമ്മലോട് പറയുന്നുണ്ട്. അതേ ചമ്മലോടെയാണ് രണ്ടുപേരും ഭക്ഷണം കഴിക്കായിരുന്നത്. പാത്രത്തിലിരിക്കുന്ന ഇറച്ചി കഷ്ണം കണ്ടപ്പോൾ അവൻ്റെ മസിൽ ബോഡിയാണ് അവൾക്ക് ഓർമ്മ വന്നത്. അറിയാതെ അവളുടെ മുഖത്തൊരു ചിരിയും വന്നു പോകുന്നു. പെട്ടെന്നാണ് ഞാൻ എന്താണ് ചിരിക്കുന്നത് എന്നാലോചിച്ച് ഷോക്കടിച്ചതുപോലെ അവളുടെ കയ്യിൽ നിന്ന് സ്പൂണും ഫോർക്കും ഒക്കെ തെറിച്ചു പോയത്. ടെൻഷൻ മറക്കാൻ അവൾ അടുത്തിരുന്ന വൈനെടുത്ത് കുടിക്കുന്നു. അവളുടെ ചുണ്ടത്ത് അതിൻ്റെ ഒരു തുള്ളി പറ്റിയിരിക്കുന്നത് കണ്ട് തുടയ്ക്കാൻ അവൻ പറഞ്ഞു കൊടുക്കുന്നു. അവൾ ടിഷ്യൂ എടുത്ത് തുടയ്ക്കുന്ന കണ്ടപ്പോൾ മുമ്പത്തെ കിസ് ഓർമ്മ വന്ന് അവനെന്തോ ടെംപ്റ്റേഷൻ തോന്നുന്നു. ഷോക്കടിച്ചതുപോലെ അവൻ്റെ കയ്യിൽ നിന്നും സ്പൂണും ഫോർക്കും ഒക്കെ തെറിച്ചു പോകുന്നുണ്ട്. ഇനി അവിടെ ഇരുന്നാൽ ശരിയാകില്ല എന്നറിയാത്തത് കൊണ്ട് എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലി ബാക്കിയുണ്ട്, ഇതൊക്കെ ഒതുക്കിയിട്ട് പതുക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ് അവൻ വേഗം എഴുന്നേറ്റ് പോകുന്നു. ഓഫീസിൽ ചെന്നിരുന്ന ഫയലുകൾ സീൽ ചെയ്യുന്ന സമയത്തൊക്കെ സീലിൻ്റെ അടയാളമൊക്കെ അവളുടെ ലിപ്സ് പോലെയാണ് അവൻ തോന്നിയത്. എനിക്കിതെന്ത് പറ്റിയെന്ന് ചിന്തിച്ച് അസ്വസ്ഥതയുടെ ഫയലൊക്കെ അടച്ചു വെച്ച് അവൻ തിരികെ വീട്ടിലേക്ക് പോകാൻ എഴുന്നേറ്റ് നിന്ന് ലിഫ്റ്റിൽ കയറുന്നു. ആ സമയത്ത് ലിഫ്റ്റിന് പുറത്ത് മുമ്പൊക്കെ അവനെ ഫോളോ ചെയ്തിരുന്നതുപോലെ ഒരാൾ ഒരു റിമോട്ട് കൺട്രോളുമായി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഭായിയോട് പാത്രമൊക്കെ കഴുകി വെച്ച് കിച്ചണും ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ എന്ന് അവൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. മടിയോടെ ആണെങ്കിൽ പാത്രം കഴുകാൻ അവൾ ഒരുങ്ങിയതാണ്. അപ്പോഴാണ് 12 മണിയാകുമ്പോൾ ദിവസം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമല്ലോ എന്ന് അവൾ ഓർത്തത്. അപ്പോൾ പിന്നെ വെറുതെ മെനക്കണ്ടല്ലോ എന്ന് കരുതി അവൾ പാത്രമൊക്കെ അവിടെ ഇട്ടിട്ട് വീടിനകമൊക്കെ ചുറ്റി നടന്ന് കാണുന്നു. ബെഡ്റൂമിൽ അവൻ്റെ പതുപുതുപ്പുള്ള വില കൂടിയ മെത്ത കണ്ടപ്പോൾ അതിലൊന്ന് കിടന്നു നോക്കാതിരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ആ സമയത്ത് തന്നെ അവൻ്റെ കോൾ വരുന്നുണ്ട്. നീ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് എൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഇനി ഇവിടെ എങ്ങനെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അവൾ ചുറ്റും നോക്കുന്നുണ്ട്. പിന്നീടാണ് ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ എന്നാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായത്. അവൾ 12 മണിയാകാൻ 1 മിനിറ്റ് കൂടി ബാക്കിയുള്ളത് കൊണ്ട് ഞാനിപ്പോൾ തന്നെ പോകുമെന്ന് അവൾ പറയുന്നു. ഇപ്പോൾ പോകരുത്, വന്നിട്ട് എനിക്ക് അർജൻറ്റായ ഒരു കാര്യം പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാവൂ എന്നവൻ ഫോണിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുമ്പൊക്കെ സംഭവിച്ചതുപോലെ തന്നെ കോൾ കട്ടാകുന്നു. അതോടെ പതിവ് പോലെ സമയം പിന്നിലേക്ക് പോയി അവൾ വീണ്ടും ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നിടത്തെത്തുന്നു. എന്തായാലും എനിക്ക് റിസൈൻ ചെയ്യാൻ പറ്റില്ല, എങ്കിൽ പിന്നെ ജീവിതം കുറച്ചൊന്ന് ആസ്വദിച്ച് കളയാം എന്ന് അന്ന് അവൾ തീരുമാനിക്കുന്നു. വയറിന് സുഖമില്ല, അതുകൊണ്ട് ഇന്ന് ലീവ് എടുക്കുകയാണ് എന്ന് ബോസിന് അവൾ മെസ്സേജ് ഇടുന്നു. ലീവ് എടുത്ത സ്ഥിതിക്ക് അടിച്ചു പൊളിക്കാം, എത്ര കാശ് ചിലവാക്കിയാലും അതെല്ലാം നാളെ തിരിച്ചു വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവൾ കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തു. ജിന്നിൻ്റെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് അവൾ ലീവ് എടുക്കുന്നത്. സഹായത്തിന് അവളില്ലാതെ അവൻ ശരിക്കും പാടുപെടുന്നുണ്ട്. അവളുടെ സഹായം വേണ്ടി വന്ന ഓരോ സിറ്റുവേഷനിലും അവൾ അടുത്ത് വന്നിരുന്ന് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ അവനെ തോന്നിപ്പോകുന്നുണ്ട്. തോന്നലാണെന്നറിയുമ്പോൾ അവൻ നിരാശനാവുകയും ചെയ്യുന്നു. അങ്ങനെ അവളെ വല്ലാണ്ട് മിസ് ചെയ്തിരിക്കുമ്പോഴാണ് ബിൽഡിങ്ങിൻ്റെ പേരും പറഞ്ഞ് അവളെ ഒന്ന് കണ്ടാലോ എന്നവന് തോന്നിയത്. അവൻ ഉടനെ അതിൻ്റെ ഫയലും എടുത്തുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ബാക്കി സമയം ഒരു ടേബിളിൽ നിറയെ ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്ത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ ഓർഡർ ചെയ്തതിൽ ഒരു ഐറ്റം കൂടി മാത്രം കിട്ടാനുണ്ട്. കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ അതും കൊണ്ട് വന്നതായിരിക്കുമെന്ന് കരുതി അവൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന് വാതിൽ തുറന്നതാണ്. പുറത്തു നിൽക്കുന്ന ബോസിനെ കണ്ടതും തുറന്നതിനേക്കാൾ സ്പീഡിൽ അവൾ ഡോർ വലിച്ചടയ്ക്കുന്നു. തീരെ പ്രതീക്ഷിക്കാതെ തന്നെ കണ്ടുകൊണ്ട് മോശം ലുക്കിൽ കാണേണ്ട എന്ന് കരുതി മേക്കപ്പ് ഇടാൻ പോയതാകും എന്നാണ് അവൻ കരുതിയത്. വയറിന് സുഖമില്ല എന്ന് കള്ളം പറഞ്ഞിട്ട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നത് അവൻ കണ്ടാലോ എന്ന് കരുതി അതെല്ലാം ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയാണ് അവൾ ഇത്ര ധൃതിയിൽ ഓടിയത്. അതെല്ലാം കൂടി ടീപ്പോയ് കടിയിലേക്ക് പെറുക്കി ഒളിപ്പിച്ച് വെച്ചിട്ട് റൂമിൽ ഫുഡിൻ്റെ മണം അടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പെർഫ്യൂം സ്പ്രേ ചെയ്ത് വായിൽ നിന്ന് മണം അടിക്കാതിരിക്കാൻ ചുണ്ടിൽ കുറച്ച് പൗഡറും തൂത്ത ശേഷം അവൾ ചെന്ന് വാതിൽ തുറക്കുന്നു. അവൾ ഡ്രസ് ചെയ്ത് വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അവൻ നേരത്തെ കണ്ട കോലത്തിൽ തന്നെ അവൾ വന്നതുകൊണ്ട് മുഖം ചുളിക്കുന്നുണ്ട്. തീരെ സുഖമില്ലാത്തതുപോലെയൊക്കെ അഭിനയിച്ചാണ് അവളുടെ നിൽപ്പ്. അവൻ ബാഗും കോട്ടും അവളെ കൊണ്ട് പിടിപ്പിച്ചിട്ട് വയറിന് സുഖമില്ലാത്തപ്പോൾ ചെരുപ്പിടാൻ നടക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് അവളെ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടിരുത്തുന്നു. മേശപ്പുറത്തിരിക്കുന്ന അവളുടെ എക്സുമായിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോൾ ബ്രേക്കപ്പായി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇത് കളയാറായില്ല എന്ന് ചോദിച്ച് അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നു. ഞാൻ നിന്നെ കാണാൻ വന്നതാണെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി, ഡോക്യുമെന്റ്സ് റെഡിയാക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അവളോട് ലാപ്ടോപ്പ് എടുക്കാൻ പറയുന്നു. പറഞ്ഞില്ലെങ്കിലും എനിക്കതറിയാം എന്ന അർത്ഥത്തിൽ തല ഉലുകിക്കൊണ്ട് അവൾ ലാപ്ടോപ്പ് എടുത്ത് തുറന്നപ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത്. ഓർഡർ ചെയ്തിരുന്ന സാധനത്തിൽ വരാൻ ബാക്കിയുള്ളത് വന്നതാണ് എന്ന് അവൾക്ക് മനസ്സിലാകുന്നതിനാൽ അവൻ എഴുന്നേറ്റ് ഡോർ തുറക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവൾ പിടിച്ചിരുന്നു. പക്ഷേ പിടിപിടിവിച്ച് അവൻ തന്നെ പോയി വാതിൽ തുറക്കുന്നു. അവൾ ഓർഡർ ചെയ്തിരുന്ന ബബിൾ ടീ വയറിന് സുഖമില്ലാതിരിക്കുമ്പോൾ കുടിക്കാൻ ഒട്ടും നല്ലതല്ല എന്ന് പറഞ്ഞ് അവൻ വേസ്റ്റ് ബിന്നിൽ കളയുന്നു. ഇപ്പോൾ കഞ്ഞി കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവൻ തന്നെ അവൾക്ക് വേണ്ടി കഞ്ഞി ഉണ്ടാക്കാനായി എഴുന്നേറ്റ് പോകുന്നു. പതിവില്ലാത്ത വിധം അവൻ സോഫ്റ്റായി പെരുമാറുന്നത് കണ്ട് അവൾ കുറച്ച് അമ്പരക്കുന്നുണ്ട്. ഇന്നുവരെ കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ലാത്ത ബോസ് എങ്ങനെയാണ് കഞ്ഞി വെക്കേണ്ടതെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പഞ്ചിങ് ബോർഡിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ ഫോട്ടോയുടെ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. ശബ്ദമുണ്ടാക്കാതെ അവൾ വേഗം അതെടുത്ത് മാറ്റുന്നു. പക്ഷേ അവളത് തലയണിക്കടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നത് അവൻ കാണുന്നു. എന്താണ് അവൾ ഒളിപ്പിച്ചതെന്നറിയാനായി അവൻ അടുത്തേക്ക് ചെന്ന് പിടിച്ചു വാങ്ങി നോക്കുന്നുണ്ട്. ഫോട്ടോ കണ്ടപ്പോൾ അവൻ കരുതിയത് ഉറങ്ങുമ്പോൾ അവൾ തലയണിക്കടിയിൽ വെച്ചിരിക്കുന്നതാണ് എന്നാണ്. അതോർത്ത് അവൻ്റെ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിട്ടിരുന്നു. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി അവൾ ബോസ് വിചാരിക്കുന്ന പോലെ അല്ല, തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ സ്വന്തം സൗന്ദര്യത്തിൽ ഓവർ കോൺഫിഡൻസ് ഉള്ള ജിൻ വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല, എനിക്ക് നിൻ്റെ ഫീലിങ്സ് മനസ്സിലാവും എന്ന് നിസ്സാരമായി പറഞ്ഞ് അവൾക്കൊന്നും പറയാനുള്ള അവസരം നൽകാതെ എഴുന്നേറ്റ് പോയി അവൾക്ക് കുടിക്കാനുള്ള കഞ്ഞി എടുക്കുന്നു.
ഗംഭീരമായ ലഞ്ച് കഴിക്കേണ്ട സമയത്താണ് അവൻ ഈ ഉണക്ക കഞ്ഞിയും കൊണ്ട് വന്നിരിക്കുന്നത്. താഴെ ഇരിക്കുന്ന ഞണ്ട് പാത്രം അവൻ കാണാതെ ഒന്നുകൂടി തള്ളി അകത്തേക്ക് വെച്ച് മനസ്സിൽ അവനെ ശപിച്ചുകൊണ്ടാണ് അവൾ കഞ്ഞി കുടിക്കാൻ തയ്യാറെടുത്തത്. ചൂടാണ് എന്ന് പരാതി പറഞ്ഞപ്പോൾ തണുപ്പിക്കാൻ വേണ്ടി അവൻ ഊതുന്നു. ആ സമയത്ത് അവളും ഊതുന്നുണ്ട്. അവൻ്റെ സുന്ദരമുഖം അടുത്ത് കണ്ടപ്പോൾ അവൾ അറിയാതെ നോക്കിയിരുന്നു പോകുന്നു. അറിയാതെ തന്നെ വാ തുറന്ന് കഞ്ഞി കുടിക്കുകയും ചെയ്യുന്നു. എങ്ങനെയുണ്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ സുന്ദരനാണെന്ന് അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. കഞ്ഞിയുടെ കാര്യമാണ് ചോദിച്ചത് എന്ന് അവൾ പറഞ്ഞപ്പോഴാണ് അവൾ ചമ്മലോടെ പിന്മാറിയത്. അവനും ചമ്മൽ മറിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നു. അവൻ്റെ ഫോൺ അവിടെ വെച്ചിട്ടാണ് പോയത്. ഈ സമയത്ത് അതിൽ ജിയുടെ കോൾ വരുന്നു. അപ്പോഴാണ് തലേദിവസം പോയതുപോലെ ആ ഫ്രോഡ് കമ്പനിയിലേക്ക് സൈൻ ചെയ്യാൻ പോകേണ്ട സമയമായില്ലോ എന്ന് അവൾ ഓർക്കുന്നത്. അതിനായിരിക്കും ജിയെ വിളിക്കുന്നതെന്ന് അവൾ ഊഹിക്കുന്നു. കമ്പനി ഫ്രോഡാണെന്ന് തലേദിവസം അറിഞ്ഞിരുന്നതിനാൽ വെറുതെ അവിടെ വരെ പോയി സമയം കളയാതെ ബോസിനെ തടയണമല്ലോ എന്ന് കരുതി അവൾ ശബ്ദമുണ്ടാക്കാത്തതെന്ന് ബാത്റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു. ലോക്ക് കംപ്ലൈൻ്റ് ആയതാണ്. ശരിയാക്കാൻ ആകളെ വിളിക്കാമെന്ന് പറഞ്ഞ് അവനെ അതിനകത്ത് നിർത്തിയിട്ട് അവൾ പോയി കാര്യമായി ഫുഡൊക്കെ കഴിച്ചു തീർക്കുന്നു. കമ്പനി ഫ്രോഡാണെന്നൊന്നും ജിന്നിന് അറിയില്ലല്ലോ. അതുകൊണ്ട് മീറ്റിംഗ് എത്താനുള്ള സമയം കഴിഞ്ഞു പോകുമല്ലോ എന്നോർത്ത് അവൻ ആകെ ടെൻഷൻ അടിച്ച് അതിനുള്ളിൽ സമയം തള്ളി നീക്കുന്നു. അവസാനം ക്ഷമ നശിച്ച് അവൻ വാതിൽ ചവിട്ടി പൊളിച്ച് പുറത്തിറങ്ങുന്നു. അപ്പോഴേക്കും അവൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അവനെ കണ്ടപ്പോൾ അവശത അഭിനയിക്കുകയും ചെയ്യുന്നു. അവൻ വന്ന് ഉടൻ തന്നെ ഫോൺ എടുത്ത് ജിയെ വിളിച്ച് ലേറ്റായതിന് സോറി പറഞ്ഞിട്ട് ഉടൻ അവിടെ എത്തും എന്നറിയിക്കുന്നു. അപ്പോഴാണ് കമ്പനി ഫ്രോഡാണ്, വരാതിരുന്നത് നന്നായി എന്ന് ജിയെ പറഞ്ഞത്. എന്തായാലും നിന്റെ ബാത്റൂമിൻ്റെ ഡോർ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ ബായ്ക്ക് ബാത്റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വയറുവേദനയ്ക്കുള്ള മരുന്ന് നൽകുന്നു. പക്ഷേ എനിക്കിപ്പോൾ നല്ല കുറവുണ്ടെന്ന് പറഞ്ഞ് അവളത് കഴിക്കാൻ തയ്യാറാകുന്നില്ല. അവൻ അവളെ കഴിക്കാൻ നിർബന്ധിക്കുന്നതിനിടയിൽ അവളുടെ കൈ തട്ടി മരുന്ന് താഴേക്ക് വീഴുന്നു. അതെടുക്കാനായി കുഞ്ഞ് അവൻ ടീപ്പോയ്ക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം കാണുന്നു. അതോടെ അവളുടെ കള്ളം പൊളയുന്നുണ്ട്. അങ്ങനെ ലീവ് ക്യാൻസൽ ചെയ്ത് അവൾക്ക് അവനോടൊപ്പം പോകേണ്ടി വരുന്നു. വയറു നിറച്ച് ഫുഡ് അടിച്ചിട്ട് സുഖമായി ഒന്ന് ഉറങ്ങാനുള്ള സമയത്ത് ഓഫീസിലേക്ക് വരേണ്ടി വന്ന വിഷമത്തിലാണ് അവൾ ആദ്യം അങ്ങോട്ടേക്ക് കയറി വന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ ബോസ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയതും അവൾ സന്തോഷത്തോടെ അവൻ്റെ പുറകെ ഓടുന്നു. അവർ ചെല്ലുമ്പോൾ ഓഫീസിൽ ജോലിക്കാർ ആരും ഉണ്ടായിരുന്നില്ല. ശശി മാത്രം പഞ്ചിങ് മെഷീൻ്റെ അടുത്ത് നിന്ന് എല്ലാവരുടെയും കാർഡ് വെച്ച് പഞ്ച് ചെയ്യുകയാണ്. കള്ളത്തരം കൈയോടെ പിടിച്ച കലിപ്പിൽ ജിൻ അവനെ പിരിച്ചുവിടുന്നു. അവൻ വെറും ഒരു ഇന്ത്യയാണല്ലേ. സീനിയർ സ്റ്റാഫ് പറയുമ്പോൾ അവൻ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ മാത്രം കുറ്റപ്പെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ബായി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അവൾ കുറേ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ജിൻ അവനെ പിരിച്ചുവിടുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. സെക്രട്ടറിയുടെ സഹായത്തിന് പകരമായി ശശി അവളെ ഡിന്നർ കഴിക്കാൻ ക്ഷണിക്കുന്നു. പക്ഷേ ബോസ് ഓവർ ടൈം പണി തരും എന്നറിയാവുന്നതിനാൽ എനിക്ക് ഓവർ ടൈം ചെയ്യാൻ ഉണ്ട്, അതുകൊണ്ട് വരുന്നില്ല എന്നവൾ പറയുന്നു. എനിക്കും ഓവർ ടൈം ചെയ്യാനുണ്ട്, എങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ശശി പോയത്. അവർ ഒരുമിച്ച് അവിടെ ഇരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ജിൻ ഓഫീസ് റൊമാൻസിൽ ഏർപ്പെടുന്നവരെ പിരിച്ചുവിടും എന്ന് പുതിയൊരു റൂൾ പ്രഖ്യാപിക്കുന്നു. എങ്കിൽ പിന്നെ ജോലി കളയാൻ ആ വഴി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അവൾ വിചാരിക്കുന്നു. രാത്രി ഓവർ ടൈം ചെയ്യുന്നതിനിടയിൽ ശശി അവർക്കുള്ള ഡിന്നർ വരുത്തിച്ചിരുന്നു. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് കുറച്ച് ഗ്രാൻഡായിട്ടാണ് അവൻ ഓർഡർ ചെയ്തത്. അത് കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ബോസ് അവൻ്റെ ഓഫീസിൽ ഫുഡ് കഴിക്കാൻ തയ്യാറെടുക്കുന്നത് കണ്ട് അവനെ കാണിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ശശിയോട് അടുപ്പം കാണിക്കുകയും ഫുഡ് അവൻ്റെ വായിൽ വെച്ച് കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ബോസ് ഇത് കാണുന്നുണ്ടെന്നും അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ കുറച്ചുകൂടി കാര്യമായി ശശിയോട് സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ട് സഹിക്കുകയായത് ജിന്ന് എഴുന്നേറ്റ് അവർക്കരികിലേക്ക് ചെന്നിട്ട് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോസിനൊപ്പം ഭക്ഷണം കഴിക്കാനുള്ളൊരു ചാൻസ് തരികയാണെന്ന് പറഞ്ഞ് അവർക്കൊപ്പം കഴിക്കാനിരിക്കുന്നു. ബായി അവനെ കാണിക്കാൻ വേണ്ടി ശശിയോട് കുറച്ചുകൂടി അടുപ്പത്തോടെ പെരുമാറുന്നു. അവസാനം ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞ് ബോസ് അവനെ എഴുന്നേൽപ്പിച്ചു വിടുന്നു. ഞങ്ങൾ നല്ല കപ്പിളാകുമെന്നാണ് തോന്നുന്നത്. ബോസിന് പുതിയ റൂൾ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ പിരിച്ചുവിടാൻ വേണ്ടി അവൾ അവനെ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞ് കാറിൻ്റെ കീ കൊടുക്കുകയും ചെയ്യുന്നു. ആ നമ്പറും ഏൽക്കില്ല എന്ന് മനസ്സിലായതോടെ നിരാശയോടെ അവൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവർ പോകുന്ന വഴിക്ക് കുടിച്ച് ലെവലില്ലാതെ നടന്നു പോകുന്ന ജിയയെ കണ്ട് വണ്ടി നിർത്തി അവളെ കൂടി കാറിൽ കയറ്റുന്നു. ജിയ ജിന്നിൻ്റെ ദേഹത്തേക്ക് ചാരിക്കിടക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. അവസാനം അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് ബായിയെ പിടിച്ച് പുറകിലിരുത്തുന്നു. ഈ സമയത്ത് അവൾ ജിന്നാണ് എന്ന് കരുതി ജിയ സിനിമയ്ക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് നടക്കാതെ പോയതിൻ്റെ നിരാശ പ്രകടിപ്പിക്കുകയും അവനെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുകയും ഒക്കെ ചെയ്യുന്നു. ജിയ താമസിക്കുന്നതിന് മുന്നിലെത്തിയപ്പോൾ അവളെ സഹപ്രവർത്തകയായി മാത്രമാണ് കാണുന്നത് എന്നവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. ബായി താങ്ങി പിടിച്ചവളെ മുറിയിൽ കൊണ്ടാക്കി തിരികെ വന്ന് പുറകിൽ തന്നെയാണ് കയറിയത്. ഞാൻ നിന്നെ പുറകിലെത്തി ഡ്രൈവ് ചെയ്യണമെന്ന് അവൻ ചോദിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. വേണ്ടെന്ന് പറഞ്ഞ് അവൾ വേഗം ഇറങ്ങുന്നുണ്ട്. അവൻ്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ജോലിക്കാരി പുറത്തേക്ക് ഇറങ്ങി അവളെ പരിചയപ്പെടുന്നു. അതവൻ്റെ അമ്മയാണ് എന്നാണ് അവൾ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ബായി തിരികെ പോകാനായി വണ്ടിയിൽ കയറിയിരുന്ന് ജോലി രാജിവെക്കാൻ കഴിഞ്ഞില്ലെന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ബോസ് അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ലാപ്ടോപ്പ് വണ്ടിയിൽ വെച്ച് മാറുന്നു. അതുമായി അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞത്. അവൾ സമയം നോക്കിയപ്പോൾ 12 മണിയാകാൻ തുടങ്ങുന്നത് കണ്ട് ലാപ്ടോപ്പ് ഇപ്പോൾ തിരികെ വന്നോളും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും 12 മണിയായി അവൾ വീണ്ടും അന്ന് രാവിലെ ബെഡിൽ കിടക്കുന്നിടത്ത് എത്തുന്നു. ഈ നശിച്ച ജോലി എനിക്ക് എന്ന് രാജിവെക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് അവളുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് തലേദിവസം രാത്രി ബോസിൻ്റെ അമ്മ തന്നെ പുകഴ്ത്തി സംസാരിച്ചത് അവൾക്ക് ഓർമ്മ വന്നത്. അവർ തന്നെ വെറുക്കുന്ന രീതിയിൽ പെരുമാറിയാൽ ചിലപ്പോൾ അവൻ തന്നോട് ദേഷ്യം തോന്നി പിരിച്ചുവിട്ടേക്കും എന്നൊരു ഐഡിയ അവളുടെ തലയിൽ തോന്നും. അന്ന് ജോലി കഴിയുമ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അന്ന് അവൾ ബോസിനുള്ള നൂഡിൽസ് വാങ്ങി വരുന്ന വഴി ജിയയെ കണ്ടപ്പോൾ ഇത്ര സുന്ദരിയായ ഇവളെ എന്താണ് ബോസിന് ഇഷ്ടപ്പെടാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ട്.
മാത്രമല്ല കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ട കമ്പനി ഫ്രോഡാണെന്നറിയാവുന്നത് കൊണ്ട് അവൾക്ക് സൂചന നൽകാനായി കമ്പനിയെക്കുറിച്ച് ഒന്നുകൂടി നന്നായി ചെക്ക് ചെയ്യാനും പറയുന്നു. കുറേ കഴിഞ്ഞ് അവൾ എന്തോ കോപ്പി എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജിയ ബോസിനെ സിനിമയ്ക്ക് ക്ഷണിക്കാനുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടത്. കമ്പനി ഫ്രോഡാണെന്നുള്ള സത്യം ജിയ നേരത്തെ അറിഞ്ഞ് ലക്ഷങ്ങളുടെ നഷ്ടം ഒഴിവാക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ബോസ് ഇന്ന് സിനിമയ്ക്ക് പോകാൻ തയ്യാറായേക്കും എന്നവൾ ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ബോസിനൊപ്പം വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ തൻ്റെ പ്ലാൻ ഫെയിലാകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഡിന്നറിന് ക്ഷണിക്കാനായി ശശി അവളുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ അവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കിന്ന് സമയമില്ല, തിരക്കാണെന്ന് പറഞ്ഞിട്ട് അവൾ ജിയയുടെ പുറകെ പോകുന്നു. ബോസും ജിയയും കൂടി കുറേ സമയം സംസാരിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ബായ്ക്ക് കുശമ്പ് കയറുന്നു. ബോസിന് കോഫി കൊടുക്കാനെന്ന രീതിയിൽ അവൾ അവർക്കരികിലേക്ക് ചെല്ലുന്നുണ്ട്. കോഫി കൊടുത്ത ശേഷം കുറച്ച് മാറി നിന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന രീതിയിൽ അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഒഴിവാക്കി തന്ന ജിയയെ അവൻ തോളിൽ പിടിച്ച് കുലുക്കി അഭിനന്ദിച്ചത്. അവൻ അത്ര കാര്യമായി അവളോട് ഇടപെടുന്നത് കണ്ടപ്പോൾ വെള്ളം ചെടിച്ചട്ടിയിൽ നിന്ന് മാറി മേശപ്പുറത്ത് വീഴുന്നത് പോലും അറിയാതെ ബായ് ഷോക്കായി നോക്കിയിരിക്കുന്നു. നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ബോസ് ചോദിച്ചപ്പോഴാണ് അവൾക്ക് പരിസരബോധം വന്നത്. സോറി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ജിയ മൂവി ടിക്കറ്റ് പുറത്തെടുത്ത് അവനെ സിനിമയ്ക്ക് പോകാൻ ക്ഷണിക്കുന്നത് അവൾ കണ്ടത്. അവൻ അതിന് സമ്മതിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ച് വിഷമത്തോടെ അവൾ അവിടെ നിന്ന് പോകുന്നു. സീറ്റിൽ ചെന്നിരുന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചൊരു പേപ്പറിൽ അവൾ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നു. അവസാനമാണ് ബോസിൻ്റെ പേരാണ് എഴുതിയത് എന്നവൾ അറിയുന്നത്. എനിക്കതിനോട് ഫീലിങ്സ് തോന്നുന്നു തുടങ്ങിയോ എന്നവൾ അമ്പരക്കുന്നു. കുറേ ദിവസമായി വിശ്രമമില്ലാതെ ഒരേ ജോലി തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കും എന്നോർത്ത് സമാധാനിച്ച് അവൾ അവൻ്റെ പേര് ഒരു മാർക്കർ കൊണ്ട് വായിക്കാൻ കഴിയാത്ത വിധത്തിൽ കുത്തി വരയ്ക്കുന്നു. അപ്പോഴേക്കും ബോസ് അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾ അത് മറച്ചു വെക്കുന്നു. പണിയൊന്നുമില്ലാതെ അവൾ വെറുതെ കുത്തിരിക്കുന്നത് കണ്ട് താഴെ പോയി വീട്ടിൽ പോകാൻ വണ്ടി റെഡിയാക്കാൻ അവൻ പറയുന്നു. അവൻ സിനിമയ്ക്ക് പോകാതെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ അവൾ വണ്ടിയുടെ അടുത്തേക്ക് ഓടുന്നു. അവൾ ഒളിപ്പിച്ച പേപ്പറിൽ എന്താണെന്ന് അവൻ എടുത്തു നോക്കുന്നുണ്ടെങ്കിലും മനസ്സിലാകുന്നില്ല. ജിയ സിനിമയ്ക്ക് ക്ഷണിച്ചപ്പോൾ അവന് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു. ഇഷ്ടമാണെന്ന് അവൾ പറയാൻ തുടങ്ങിയെങ്കിലും അത് മനസ്സിലായതുപോലെ നല്ല സഹപ്രവർത്തകരായിരിക്കാനാണ് താല്പര്യം എന്ന് അവൻ അങ്ങോട്ടേക്ക് കയറി പറഞ്ഞ് അവൾക്ക് അതിനുള്ള അവസരം നൽകുന്നില്ല. ജിൻ വീട്ടിൽ പോകാനായി താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ബായ് വളരെ സെക്സിയായി ഡ്രസ് ചെയ്ത് നിൽക്കുന്നത് കണ്ടത്. അവളുടെ വേഷം കണ്ട് അവൻ ശരിക്കും ഞെട്ടുന്നു. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഒന്ന് ഡ്രസ്സപ്പ് ചെയ്തതേ ഉള്ളൂ എന്നവൾ എക്സ്ക്യൂസ് പറയുന്നു. വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൾ ഇത്ര ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഇനി വേറെ ആരെങ്കിലും ഡേറ്റ് ചെയ്യാൻ പോകുമായിരിക്കുമോ എന്ന് അവൻ സംശയം തോന്നിനാൽ വീട്ടിലിരുന്ന് അവളോട് ഓവർ ടൈം ചെയ്യാൻ പറയുന്നു. പക്ഷെ അത് മനസ്സിലായതുപോലെ ഞാൻ ഇവിടെ ഇരുന്ന് ഓവർ ടൈം ചെയ്യാൻ വേണ്ടി ഫയലൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. അപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇവൾ ഡ്രസ്സപ്പ് ചെയ്തത് എന്നൊരു ചിരിയോടെ ചിന്തിച്ചുകൊണ്ട് ആണ് അവൻ അകത്തേക്ക് കയറിയത്. അവൻ്റെ അമ്മയ്ക്ക് ബാഡും പ്രശ്നം ഉണ്ടാക്കാനായി മനഃപൂർവ്വമാണ് അവൾ അന്ന് അങ്ങനെ വേഷം കെട്ടി വന്നത്. അവൻ ഡ്രസ്സ് മാറാനും മറ്റുമായി അകത്തേക്ക് പോയ സമയത്ത് ഒട്ടും മര്യാദയില്ലാതെ ഒരു അഹങ്കാരിയാണ് എന്ന രീതിയിൽ അവൾ അവരോട് പെരുമാറുന്നു. മാത്രമല്ല ബോസുമായി വഴിവിട്ട ബന്ധമുണ്ട്. ബോസിനെ കൂടാതെ വേറെ 4 ബോയ് ഫ്രണ്ട്സ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് അവർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയും അവരെ കാണിച്ചു കൊടുക്കുന്നു. മൊത്തത്തിൽ അവരുടെ മനസ്സിൽ എത്രത്തോളം നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടതൊക്കെ അവൾ ചെയ്തു കൂട്ടുന്നു. അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും അവർ ഭക്ഷണം റെഡിയാക്കി വെച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ കഴിക്കാൻ തീരെ കൊള്ളില്ല, പുറത്തുനിന്ന് വേറെ ഓർഡർ ചെയ്യാം എന്നവൾ പറയുന്നു. അത് കഴിഞ്ഞ് അവർ അവൻ്റെ ഷർട്ട് കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇത് കഴുകുന്ന ഡ്രസ്സല്ല, ഇങ്ങനെ ചെയ്താൽ നശിച്ചു പോകും, ഇതൊന്നും നിങ്ങൾക്കറിയില്ലെന്ന് ചോദിച്ച് അവൾ അവരെ ശല്യപ്പെടുത്താൻ ചെല്ലുന്നു. ക്ഷമ നശിച്ച അവർ നീ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള ശ്രമമാണോ എന്ന് ചോദിച്ചപ്പോഴാണ് അത് അവൻ്റെ അമ്മയല്ല ജോലിക്കാരിയാണ് എന്ന് അവൾ അറിയുന്നത്. അപ്പോഴേക്കും ജിന്നും അവിടെ എത്തിയിരുന്നു. എൻ്റെ അമ്മ 20 വർഷം മുമ്പ് മരിച്ചു പോയതാണ്, അന്ന് മുതൽ ഇവരാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നും അവൻ പറയുന്നുണ്ട്. അവരോട് പോയി റെസ്റ്റ് എടുത്തോളാനും അവൻ പറയുന്നു. അവർ കയ്യിൽ നിന്ന് സോപ്പൊക്കെ താഴേക്ക് വലിച്ചെറിയ ദേഷ്യത്തിലാണ് പോയത്. തൻ്റെ ശ്രമം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അതിനുവേണ്ടി കാണിച്ചു കൂട്ടിയതൊക്കെ ഓർത്ത് ബായിക്കാകെ ചമ്മൽ തോന്നുന്നു. അവനോട് സോറി പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാൻ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് തറയിൽ കിടന്ന് സോപ്പിൽ ചവിട്ടി അവൾ അവൻ്റെ ദേഹത്തേക്ക് മറിഞ്ഞ് രണ്ടുപേരും കൂടി മറിഞ്ഞ് ബാത്ത് ടബിലേക്ക് വീഴുന്നത്. വീഴ്ച അത്ര നല്ല രീതിയിലല്ലായിരുന്നെങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ പിടിവിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം ഹാളിൽ വന്നിരുന്നപ്പോൾ അവൾ അന്ന് ജോലിക്കാരിയോട് പറഞ്ഞതൊക്കെ നന്നായി, അവരുടെ കുക്കിംഗ് തീരെ ശരിയാകാറില്ല, അതുപോലെ തന്നെ ഒരുപാട് ഷർട്ട് അവരുടെ അലക്ക് കാരണം നശിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടിക്കാലം മുതൽ എൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് കൊണ്ട് എനിക്ക് അവരോട് പരാതിപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ നീ അതൊക്കെ തുറന്നു പറഞ്ഞതുകൊണ്ട് അവർക്ക് ജോലിയിലെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി കാണണം എന്ന് പറഞ്ഞ് അവൻ അവളുടെ സഹായത്തിന് നന്ദി പറയുന്നു. ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടും റിസൈൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ അവൾ അവിടെ ഇരുന്ന് ശരിക്കും വൈൻ കഴിക്കുന്നു. അവളുടെ ലെവൽ തെറ്റി തുടങ്ങിയപ്പോൾ അവൾ ബോസിൻ്റെ അടുത്തേക്ക് നീങ്ങിരുന്ന് എന്തോ പറയാൻ തുടങ്ങുന്നു. വൈൻ കുടിച്ച് കൺട്രോൾ പോയിരിക്കുന്നത് കൊണ്ട് അവൾ തന്നോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ തുടങ്ങിയായിരിക്കും എന്നാണ് അവൻ കരുതിയത്. പക്ഷേ അവൾ അവൻ്റെ മുഖത്ത് ചെറുതായി ഒരു അടി കൊടുത്തിട്ട് അവൻ്റെ കുറ്റങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങുന്നു. എത്ര ദിവസമായി ഞാൻ ഒരു ഭ്രാന്തിയെ പോലെ ഒന്ന് റിസൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ബോസിൻ്റെ അടുത്ത് നിന്നൊന്ന് പോയാൽ മതി. കമ്പനിയിൽ ആർക്കും ബോസിനെ ഇഷ്ടമല്ല. മറ്റുള്ള സ്റ്റാഫിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ വളരെ സെൽഫിഷായാണ് ബോസ് എപ്പോഴും പെരുമാറുന്നത്. ബോസിന് തണുപ്പ് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് AC കൂട്ടിയിട്ടിരിക്കുമ്പോൾ സ്റ്റാഫിന് തണുപ്പ് സഹിക്കാൻ വയ്യാതെ ബ്ലാങ്കറ്റ് പൊതിച്ചിരിക്കേണ്ടി വരുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും ബോസിന് വേണ്ടി ഓർഡർ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരുന്നത് ഞാനാണ്. സത്യത്തിൽ എനിക്കത് കഴിക്കുന്നത് ഇഷ്ടമേ അല്ല. ഈ റെസിഗ്നേഷൻ സൈൻ ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടാണോ എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് കുറേ പറയുന്നു. കരഞ്ഞ് സോഫയിൽ തന്നെ കിടന്ന് മയങ്ങുകയും ചെയ്യുന്നു. അവൾക്ക് തന്നോട് ഇത്രയ്ക്ക് വെറുപ്പായിരുന്നു എന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്.
അടുത്ത ദിവസം നടക്കാതിരിക്കുന്ന ബിൽഡിങ്ങിന് അവൻ എത്താതിരിക്കാൻ വേണ്ടി ശശിയുടെ അച്ഛൻ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജിൻ ബായിയെ അവളുടെ വീട്ടിലെത്തിക്കുന്നു. വണ്ടി നിർത്തി അവൻ വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വീണത്. അപ്പോഴും ശരിക്ക് കിക്ക് മാറിയിട്ടില്ലാത്തതിനാൽ അവൻ അവളെ ലിഫ്റ്റിനടുത്ത് വരെ കൊണ്ടുവരുന്നുണ്ട്. ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ അവളുടെ ഫയലും കൊടുക്കുന്നുണ്ട്. ലിഫ്റ്റിനുള്ളിൽ നിൽക്കുമ്പോൾ ഫയലിനൊപ്പം ഉണ്ടായിരുന്ന പേപ്പർ എടുത്ത് നോക്കിയപ്പോഴാണ് റെസിഗ്നേഷൻ അവൻ സൈൻ ചെയ്തിരിക്കുന്ന അവൾ കാണുന്നത്. ആ സമയത്ത് ലിഫ്റ്റ് തകരാറിലാവുകയും അവൾ ബഹളം വെക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ ജിൻ അവളുടെ ബഹളം കേട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് ലിഫ്റ്റ് തകരാറിലായത് മനസ്സിലാക്കുന്നത്. അവളെ രക്ഷിക്കാനായി അവൻ മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറുന്നു. ആ സമയത്ത് മാസ്കും തൊപ്പിയും വെച്ച് ഒരാൾ അവനെതിരെ വരുന്നുണ്ടെങ്കിലും അവൻ ശ്രദ്ധിക്കുന്നില്ല. മുകളിലത്തെ ഫ്ലോറിലെത്തി കുറെ ശ്രമിച്ചപ്പോൾ അവൻ ഒരു വിധത്തിൽ ലിഫ്റ്റിൻ്റെ ഡോർ തുറക്കാൻ കഴിയുന്നു. കുറച്ച് താഴെയായിട്ടാണ് അവൾ നിൽക്കുന്നത്. കൈനീട്ടി അവളെ വലിച്ചു കയറ്റാൻ കുറെ ശ്രമിച്ച് നടക്കാത്തതുകൊണ്ട് അവൻ അതിലേക്ക് ഇറങ്ങിയിട്ട് അവളോട് പുറത്ത് ചവിട്ടി കയറി വെളിയിൽ ഇറങ്ങാൻ പറയുന്നു. കഷ്ടപ്പെട്ടാണെങ്കിലും അവൾ അങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷെ അവന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. റെസ്ക്യൂ ടീമിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും അപ്പോഴേക്കും ലിഫ്റ്റിൻ്റെ വാതിലടഞ്ഞ് അത് താഴേക്ക് പോയി അവന് അപകടം സംഭവിക്കുന്നു. അവന് സീരിയസ് ആയി പരിക്ക് പറ്റുന്നുണ്ട്. രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് എന്ന് ഡോക്ടർ അവളെ അറിയിക്കുന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടി ബോസ് സ്വന്തം ജീവൻ പണയം വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ബായി ഒരിക്കലും കരുതിയിരുന്നതല്ല. തനിക്ക് വേണ്ടി ബോസ് ഈ അവസ്ഥയിലായത് അവളെ വളരെയധികം വിഷമത്തിലാക്കുന്നു. തനിക്ക് റെസിഗ്നേഷൻ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ടൈം ലൂപ്പ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവൾ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ സൈൻ ചെയ്ത റെസിഗ്നേഷൻ അപ്ലോഡ് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ ടൈം ലൂപ്പ് വീണ്ടും ആവർത്തിച്ചേക്കും. അങ്ങനെ ബോസിനെ രക്ഷിക്കാൻ കഴിയേക്കുമെന്ന് ചിന്തിച്ച അവൻ സൈൻ ചെയ്ത റെസിഗ്നേഷൻ പേപ്പർ ചുരുട്ടിക്കൂട്ടി കളയുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് നേരത്തെ ഓഫർ വന്നിരുന്ന ശശിയുടെ കമ്പനിയിൽ നിന്ന് അവളുടെ റെസിഗ്നേഷൻ കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നത്. താൻ കുടിച്ച് ബോധമില്ലാതിരുന്ന സമയത്ത് ബോസ് തന്നെ ആയിരിക്കണം അത് അപ്ലോഡ് ചെയ്തത് എന്നവൾ ഊഹിക്കുന്നു. അവൻ അങ്ങനെ ചെയ്തത് കാരണം ഇനി ലൂപ്പ് ആവർത്തിക്കില്ല, അവനെ രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഉറക്കി കരയുന്നു. കണ്ണു തുറന്നില്ലെങ്കിലും അവൾ പറയുന്നത് കേട്ടിട്ടാകണം അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ട്. വിസിറ്റിംഗ് സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. ഇനി ലൂപ്പ് ആവർത്തിക്കില്ല എന്ന് കരുതി കലണ്ടറിൽ ഡേറ്റൊക്കെ മാറ്റിയിട്ടാണ് അവൾ ഉറങ്ങാൻ കിടന്നത്. പക്ഷേ ബോസിൻ്റെ കാര്യം ചിന്തിച്ച് അവൾക്ക് ഉറക്കം വരുന്നേയില്ല. ഓരോ കാര്യങ്ങൾ ഓർത്ത് നോക്കിയപ്പോഴാണ് ബോസ് തന്നെ ശരിക്കും കെയർ ചെയ്തിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അതൊക്കെ നേരത്തെ മനസ്സിലാക്കാതിരുന്ന ഓർത്ത് ഒരുപാട് കരഞ്ഞാണ് അവൾ ഉറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ ബോസിൻ്റെ കോൾ വരുന്നതിന് മുമ്പ് തന്നെ അവൾ ഉണരുന്നു. അവൻ വിളിക്കാത്തത് കൊണ്ട് ഉറപ്പായും ഡേറ്റ് മാറിക്കാണുമെന്ന് ചിന്തിച്ച് അവൾ വിഷമിക്കുന്നു. പക്ഷെ അവൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചിരുന്നില്ല. ജിൻ പരിക്കുകളൊന്നുമില്ലാതെ അവൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണർന്നത്. പക്ഷെ അവന് ദേഹം മുഴുവൻ നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല തലേന്ന് രാത്രി അവനോട് വെറുപ്പാണെന്ന് ബായി പറഞ്ഞതും ഓർമ്മ വരുന്നു. സ്വപ്ന കണ്ടതായിരിക്കുമെന്ന് കരുതി അവൻ അതത്ര കാര്യമാക്കുന്നില്ല. അവൻ്റെ ഫോണിൽ നിന്ന് കോൾ വന്നപ്പോൾ അവൻ മരിച്ചു എന്ന് പറയാൻ ഡോക്ടർ വിളിക്കുന്നതായിരിക്കുമോ എന്ന് കരുതി പേടിച്ചാണ് ബായി കോൾ അറ്റൻഡ് ചെയ്തത്. മറുവശത്ത് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവന് ബോധം വീണതായിരിക്കുമെന്ന് കരുതി അവൾ സന്തോഷത്തോടെ സംസാരിക്കുന്നു. അപ്പോഴാണ് തലേ ദിവസം രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത്. ഡേറ്റ് അതാണ് എന്ന് അവൾക്ക് സംശയം തോന്നി അവനോട് ചോദിച്ചപ്പോൾ ഞാനാണോ അതോ നീയാണോ സെക്രട്ടറി എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ നോക്കിയപ്പോഴാണ് മെയ് 20 തന്നെയാണ് എന്ന് അവൾ അറിയുന്നത്. ടൈം ലൂപ്പ് മാറിയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. അന്ന് പക്ഷേ പതിവിന് വിപരീതമായി സന്തോഷത്തോടെയാണ് അവൾ ബോസിനൊപ്പം ജോലി ചെയ്തത്. അന്ന് പക്ഷേ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ബായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്വപ്നത്തിൽ കണ്ടതൊക്കെ സംഭവിക്കുന്ന പോലെയാണ് അവന് തോന്നിയത്. പക്ഷേ എന്താണ് സംഭവം എന്ന് അവനൊരു പിടിയും കിട്ടുന്നില്ല. അവൻ ലിഫ്റ്റിൽ കയറാൻ തുടങ്ങിയപ്പോൾ അത് കേടാണെന്ന് പറഞ്ഞ് ബായി തടഞ്ഞെങ്കിലും ആ സമയത്ത് ഒരാൾ അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതിനാൽ അവളെ കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ അതിനകത്തേക്ക് തന്നെ കയറാൻ തുടങ്ങുന്നു. പക്ഷെ പെട്ടെന്ന് മുമ്പ് ലിഫ്റ്റിൽ വെച്ച് അപകടം സംഭവിച്ച അവൻ്റെ മനസ്സിലേക്ക് വന്നതിനാൽ അവൻ ലിഫ്റ്റ് ഒഴിവാക്കി സ്റ്റെയർ വഴി തന്നെ പോകുന്നു. ഓഫീസിൽ ഫയലുകൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ അതെല്ലാം തലേദിവസം പരിശോധിച്ചതാണ് എന്ന് ഒരു ഫീലിങ്സ് അവന് തോന്നുന്നു. അപ്പോഴാണ് ബായിയുടെ ദേഹത്ത് ഒരു സ്റ്റാഫ് വെള്ളം ഒഴിച്ച കാര്യം അവൻ ഓർമ്മ വന്നത്. അതിനുള്ള സമയമായതുകൊണ്ട് അവൻ വേഗം അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു. ടൈം ലൂപ്പും റെസിഗ്നേഷനും തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് മനസ്സിലായതോടെ പിന്നെ എന്തായിരിക്കും ടൈം ലൂപ്പിൻ്റെ കാരണമെന്ന് ചിന്തിച്ച് ആകെ തല പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ബായി അന്ന് വെള്ളം ഒഴിക്കാൻ വരുന്ന സ്റ്റാഫിൻ്റെ കാര്യം മറന്നുപോയിരുന്നു. അതുകൊണ്ട് അവൾ ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് മാറ്റിയിരുന്നില്ല. അയാൾ നേരെ വന്ന് അവളുടെ തലയിലേക്ക് തന്നെ വെള്ളം ഒഴിക്കുന്നു. അപ്പോഴേക്കും അവിടുത്തെ ജിൻ അയാളെ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ട് തൻ്റെ കോട്ട് ഊരി അവൾക്ക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ലേറ്റായെങ്കിലും ഇത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞത് എന്തുകൊണ്ടായിരിക്കണം എന്ന് ജിൻ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ബായി അവന് ലഞ്ചിനുള്ള നൂഡിൽസ് വാങ്ങാൻ പോകാൻ തുടങ്ങിയപ്പോൾ അവനത്ര നല്ല ഫീലിംഗ് അല്ല തോന്നിയത്. അതുകൊണ്ട് തന്നെ നൂഡിൽസ് വേണ്ട, അവൾ കഴിക്കുന്ന എന്താണോ അത് തന്നെ മതി എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡാണ് അന്ന് ലഞ്ചിന് വാങ്ങിയത്. അവൻ എന്തായിരിക്കും നൂഡിൽസ് വേണ്ട എന്ന് പറഞ്ഞത് എന്ന് അവളും ചിന്തിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ കോളേജിനടുത്തുണ്ടായിരുന്ന ഒരു കടയിലെ അതേ ടേസ്റ്റ് ഉണ്ട് എന്ന് അവൻ പറയുന്നു. അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. മുമ്പ് അവിടുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് അവൾ ആകാംക്ഷയോടെ ചോദിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ധാരാളം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൾ കോളേജ് പഠനം കഴിഞ്ഞ് ഉടനെ തന്നെ ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്തത് എന്താണ് എന്നവൻ ചോദിച്ചത്. അവൾ അതിനുള്ള മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവർക്കറിയിലേക്ക് വന്ന ജിയ അവളെ ഒഴിവാക്കാൻ വേണ്ടി എന്തോ പണി കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നു. അവൾ ഫയലുമായി അടുത്തിരുന്നപ്പോൾ മുമ്പ് സിനിമാ ടിക്കറ്റുമായി സിനിമയ്ക്ക് ക്ഷണിക്കാൻ വന്നത് അവന് ഓർമ്മ വരുന്നു. അതുകൊണ്ട് അവൾ അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായ മറുപടി ലഭിക്കാൻ പോകുന്നില്ല എന്നവൻ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല എൻ്റെ സെക്രട്ടറിയോട് എന്നു മുതലാണ് നീ ഓർഡർ ഇടാൻ തുടങ്ങിയത് എന്ന് ചോദിച്ച് അവളെ വഴക്കം പറയുന്നുണ്ട്. കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴും അതിൻ്റെ ആളുകളെപ്പറ്റി ഒന്നുകൂടി വിശദമായി അന്വേഷിക്കാൻ അവൻ അവളോട് പറയുന്നു.
അവൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ബായി കഴിച്ചുകൊണ്ടിരുന്ന പാത്രം അവൻ തൊട്ടടുത്ത സീറ്റിൽ എടുത്തു വെക്കുന്നു. മടങ്ങി വന്ന ബായിയോട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പറയുന്നു. കുറേ ദിവസത്തിന് ശേഷം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തോടെ അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കമ്പനിയെ പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ട് അത് ഫ്രോഡാണ് എന്ന് കണ്ടെത്തിയ ജിയ വന്ന് വിവരം പറഞ്ഞത്. ഇത്ര നേരത്തെ അവൾ എങ്ങനെ കാര്യം അറിഞ്ഞെന്ന് ചിന്തിച്ച് ബായി ആകെ കൺഫ്യൂഷനാകുന്നു. മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത വിവരം എല്ലാവരോടും പറയാനായി അവളെ പറഞ്ഞതിന് ശേഷമാണ് എന്തുകൊണ്ടായിരിക്കും തനിക്ക് അങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നതെന്ന് ജിൻ ചിന്തിച്ചത്. അവൻ നെറ്റിൽ അതിനെക്കുറിച്ച് തിരഞ്ഞപ്പോൾ ചിലർക്ക് അങ്ങനെ 6th സെൻസ് ഒക്കെ ലഭിക്കാറുണ്ട് എന്നൊക്കെ കാണുന്നു. അങ്ങനെ ഒരു 6th സെൻസ് നൽകി ദൈവം തന്നെ അനുഗ്രഹിച്ചതാകുമെന്ന് ചിന്തിച്ച് അവൻ സന്തോഷിച്ചിരിക്കുന്നത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.